ആണെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു വേറൊരു ലോകത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കമ്പ്യൂട്ടറൊന്നുമില്ല. ഇന്ന് ഞാൻ നമ്മുടെ എന്താ പറയുക വേറൊരു സെറ്റപ്പിലാണ്. അതുകൊണ്ട് ഇത് എങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും ഒരു വീഡിയോ ഇടാൻ തന്നെ തീരുമാനിച്ചു. കാരണം എന്താണെന്നറിയോ, നിങ്ങളെ കാണാതെ കുറച്ച് നാൾ നിങ്ങളുടെ കമൻറ്റ് വായിക്കാണ്ടൊക്കെ ഇരുന്നിട്ട് എനിക്ക് വിഷമം ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ കാറിൽ നമ്മൾ മിലാനിലാണെന്ന് അറിയാമല്ലോ. മിലാനിൽ നിന്ന് ഇവിടെ വരുമ്പം കാറിൽ ഏകദേശം 3 മണിക്കൂറോളം ഉണ്ട്. ഒരു 300 കിലോമീറ്റർ പുറകെ വെനീസ് ടുവേർഡ്സ് സീ സൈഡിലാണ് ഞങ്ങൾ വരുന്നത്. ഇവിടുന്ന് കാറിലാണെങ്കിൽ ഒരു 45 മിനിറ്റ് പോയ വെനീസ് നമ്മൾ അവിടെ ചെന്നെത്തും. കുട്ടനാടിനെ കിഴക്കിൻ്റെ വെനീസ് എന്നാണല്ലോ അറിയുന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെ. ഇവിടെ ലൈറ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. കൂടെ ഇപ്പം സൂര്യൻ അസ്തമിക്കാൻ പോകണു. ഇപ്പം 7:30 ആയിട്ടുണ്ട്. ഏതായാലും ഞാനൊരു വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളിപ്പോൾ വരാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും കത്തോലിക്ക സഭയ്ക്ക് ഏറ്റവും കൂടുതൽ എന്നാൽ ക്രിസ്ത്യാനികൾക്കെല്ലാം എന്ന് തന്നെ പറയാം. പെന്തക്കോസ്താർക്ക് പിന്നെ ഇതൊന്നും ബാധകമല്ല. കാരണം അവർ ഈശോ പണ്ടൊരു കാലത്ത് ജനിച്ചു, പണ്ടൊരു കാലത്ത് മരിച്ചു, ഇനിയിപ്പോൾ അത് പ്രത്യേകിച്ച് കമ്മമറേറ്റ് ചെയ്യണ്ട എന്നുള്ള ധാരണയിലുള്ള ആൾക്കാരാണ്. അവർക്ക് ഈസ്റ്ററും ക്രിസ്മസും നക്ഷത്രയിടലും പുൽക്കൂടം ഉണ്ടാക്കലും ഒന്നും ഇല്ലയെന്ന് പലരുടെയും ടോക്കിൽ കൂടെ ഞാൻ കേൾക്കാറുണ്ട്. പലരും കമൻറ്റ് ചെയ്യുന്നതും കേട്ടിട്ടുണ്ട്. എല്ലാ വർഷം തോറും ഈശോനെ പ്രസവിക്കുക. എന്നിട്ട് ഒരാൾ പറയുന്നതും കേട്ടതാണ്. അത് ഈശോ ജനിച്ച സമയം തന്നെ ആൾക്കാർക്ക് തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല. ഒന്ന് ലോകമെമ്പാട് 25 ക്രിസ്മസിന് ആഘോഷിക്കുമ്പം 7-ാം തീയതി ജാനുവരിയാണ് റഷ്യക്കാർ ഓർത്തഡോക്സുകാരാണല്ലോ അവരാഘോഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഇനി അതെന്തെങ്കിലും ആട്ടെ. ഞാനിങ്ങനെ കാറിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനത്തിലായിരിക്കും. പിന്നെ നമ്മുടെ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് ഞാൻ കിടന്ന് മെല്ലെ ഒരു മയക്കമൊക്കെ മയങ്ങും. കാരണം വരുന്ന തലേദിവസം തുടങ്ങി എനിക്ക് കുറച്ച് പണി കാണും. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് നമ്മളതെല്ലാം ക്ലീൻ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം. യാത്ര പുറത്ത് പോകുന്നവർക്കൊക്കെ എല്ലാം ക്ലീനായിട്ട് നമ്മൾ തിരിച്ച് ചെല്ലുമ്പോൾ വൃത്തിയായിട്ട് ഒരു വീട്ടിലോട്ട് ചെല്ലാൻ പറ്റില്ല. അപ്പം എൻ്റെ മുറി എല്ലാം ക്ലീനാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് എല്ലാ പാത്രങ്ങളെല്ലാം അടുക്കി പെറുക്കി വെക്കേണ്ടതെല്ലാം വെച്ചു അടുക്കളയെല്ലാം. അപ്പം അങ്ങനെ ഓരോ പണിയെല്ലാം കഴിഞ്ഞ് നല്ല ടയേർഡാകും. അപ്പം എനിക്ക് നല്ല പുള്ളിക്കാരനല്ലേ ഡ്രൈവ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങനെ അവിടെ കാറ് ഈ ബെഡ് പോലെ ആക്കാവുന്ന കാറാണല്ലോ, പുറകോട്ട് സീറ്റ് വലിച്ച് അവിടെ നീണ്ടു തുറന്ന് കിടന്ന് സുഖമായിട്ട് കിടന്നുറങ്ങും. അടുത്ത എത്താറാകുമ്പോൾ പുള്ളി പറയാം എത്താറായി, എഴുന്നേറ്റോ, നിൻ്റെ ബാഗും കാര്യങ്ങളെല്ലാം എടുത്തോന്ന് പറയാം. അങ്ങനെ ഒരു സംഭവം. അങ്ങനെ ഇവിടെ വന്നു ചേർന്നു, സമാധാനത്തിൽ സന്തോഷത്തിൽ വന്നു ചേർന്നു, കുറച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഇങ്ങനെ ഞാൻ ഉറക്കം വന്നിട്ടല്ല, ക്ഷീണം കൊണ്ട് കിടക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ധ്യാനത്തിൽ എൻ്റെ മനസ്സിൽ ദൈവം കൊണ്ടുവന്ന ചില ചിന്തകളുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, ചില ആൾക്കാരോട് പറയും നിങ്ങൾ ക്രിസ്ത്യാനി. ഇപ്പോൾ വഴിയിൽ നിന്നൊക്കെ ആൾക്കാരിങ്ങനെ ഒരു ട്രെയിനിനകത്ത് കയറിയിട്ടും വഴിയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിലൊക്കെ അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ആറിയോ ക്രിസ്ത്യൻ മയക്കും പിടിച്ചണോ, ആറിയോ ക്രിസ്ത്യൻ, നോ ഗെറ്റ് ലോസ്റ്റ് യു ഡാഷ് ഡാഷ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ചില ആൾക്കാർ പറയും ഞാൻ എത്തീസ്റ്റാണ്, ഞാൻ അഗ്നോസ്റ്റിക്കാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല. എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഐ ഡോണ്ട് തിങ്ക് ഹീ ഈസ് റിയൽ, ഐ ഡോണ്ട് തിങ്ക് ഹീ ഈസ് ദർ. അങ്ങനെ ഒരാളുള്ളതായിട്ട് തെളിവുകളൊന്നുമില്ല. അങ്ങനെ അപ്പം പറയുന്ന ആൾക്കാർ, ഡിബേറ്റ് നടത്തുന്ന ആൾക്കാരും ഉണ്ടല്ലോ, ചോദിക്കുന്ന ആൾക്കാർ ബൈബിള് തുറന്നു വെച്ച് കാണിക്കുക. ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് കെയർ, എനിക്കത് എൻ്റെ ജീവിതത്തിൽ അത് ഒരു സംഭവം മാറ്റമൊന്നും ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പറച്ചിലുകൾ ആൾക്കാർ പറയുന്ന കേട്ടില്ല. എൻ്റെ ഹൃദയത്തിൽ ഞാനിപ്പോൾ ആൾക്കാരോട്, കാരണം എൻ്റെ ഈ എന്താ പറയുക കൗൺസിലിങ്ങിന് വരാനായിട്ട് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഞാൻ 2-3 കൗൺസിലിംഗ് ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായപ്പം തീർച്ചയായിട്ടും നിങ്ങളും വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകാം എന്നുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കും നിങ്ങളങ്ങനെ എന്നോട് കൗൺസിലിങ്ങിന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ കൗൺസിലിങ്ങിന് ആവശ്യപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഒന്ന് ചിന്തിക്കുക. ഇപ്പം ഞാൻ ഒന്നാമത്തെ നമുക്കൊരു ഇരുന്ന സമയം ചെറുവിടെ യാത്രയിലായിരിക്കും. പിന്നെ അതുകൊണ്ട് എനിക്ക് വെനീസിലൊന്ന് ഞാനൊരു വർഷത്തിൽ കൂടുതലായി വീട്ടിൽ ഞാൻ വന്നിട്ടില്ല. എനിക്ക് ഈ വീടൊക്കെ താല്പര്യമാണ്, കാരണം ഇതിൻ്റെ സെറ്റപ്പൊക്കെ വേറൊരു പാലസ് പോലെ ഒരു വീടൊക്കെയാണ്. അതല്ല, എനിക്ക് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അൾത്താര അവിടെയുണ്ട്. ഈ വീട്ടിൽ അൾത്താരയില്ല. അവിടെ ഇവിടെയൊക്കെ മുഴുവനും മദർ മേരിയുടെ കോറോണേഷനും അതും ഇതൊക്കെ കുറേ പടങ്ങൾ ഈ കോറിഡോറിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പെയിൻറ്റിങ്. ഈ വീട് മുഴുവനും അങ്ങനെ. ഇപ്പം നിങ്ങൾ എൻ്റെ ബാക്കിൽ കാണാമല്ലോ,
അതൊക്കെ ഇങ്ങനെ വലിയ ഭിത്തികളിൽ മുഴുവൻ ഇങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പം എനിക്ക് താല്പര്യം എൻ്റെ കർത്താവായ കരുണയുടെ ഈശോയെ നോക്കിക്കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, ഇതൊക്കെയാണ് എനിക്ക്. പിന്നെ കമ്പ്യൂട്ടറിൽ അർലിക്കൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഈശോയെ ആരാധിക്കുക. അപ്പം എനിക്ക് ഇവിടെ വന്നാൽ എനിക്കത് മിസ്സാകും. അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഹസ്ബൻഡ് എല്ലാ മാസവും ഒരു ഞായറാഴ്ച വന്ന് അടുത്ത ഞായറാഴ്ച തിരിച്ച് വരത്തക്കണം. കാരണം താഴെയല്ല, ഞാൻ 3-ാം നിലയിലാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നില്ല. അപ്പോൾ താഴെയൊക്കെ വാടകയ്ക്ക് ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ട് ചെയ്യണം. ഇത് നമ്മുടെ വീടാണ്, ഇത് അങ്ങനെ അന്യാദന. പിന്നെ പുള്ളിയുടെ വളർന്ന വീടും ഒക്കെയാണ്. അതുകൊണ്ട് പുള്ളിക്ക് ഈ വീടിനോടുള്ള അറ്റാച്ച്മെൻ്റ് ഒരിക്കലും ഇല്ലാതെ പോകുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഏതായാലും കൊള്ളാം. ഞാനൊരു കാര്യം പറയട്ടെ. വന്ന വഴിക്ക് കർത്താവ് എനിക്ക് തന്നൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, കൗൺസിലിങ്ങിന് പ്രത്യേകിച്ച് വിളിക്കുന്ന ആൾക്കാരോട് പറയാറുണ്ട്, 7 കരുണക്കൊന്ത ചൊല്ലണം. അല്ലെങ്കിൽ കൗൺസിലിങ് എന്നെ കിട്ടുന്നതിന് വേണ്ടിയെങ്കിലും നിങ്ങളൊരു കിട്ടി നിങ്ങൾക്കൊരത് ആ കൗൺസിലിംഗ് ഒരു അനുഗ്രഹമായിട്ട് മാറുന്നതിന് നിങ്ങളൊരു 3 കരുണക്കൊന്തെങ്കിലും ചെല്ലണമെന്ന് ഞാൻ പറയാറുണ്ട്. മിക്കവാറും ആൾക്കാർ 3 അല്ല 7 ചെല്ലുന്നുണ്ട്. കാരണം എനിക്കൊരു ഗ്രൂപ്പുണ്ട്, 10,000-നോടടുത്ത് 2 ഗ്രൂപ്പായിട്ട്. കാരണം 527 ആൾക്കാരെ മാത്രമേ ഒരു ഗ്രൂപ്പിൽ ചേരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ വേറൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞത്, അത് അങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കാര്യം നമുക്ക് തന്നെ അറിയാമല്ലോ. കാര്യസാധ്യത്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ, എന്നെ പോലെയുള്ളവർ, ദാനിയേലച്ചൻ, മറ്റൊരു മറിച്ചത്, അവരുടെയൊക്കെ അടുത്ത് ധ്യാനങ്ങളെല്ലാം പോകുന്നത്. അവരച്ഛൻ ഷാജി അച്ഛൻ, ഞാൻ ഈ മല എന്ന് പറയുന്ന ആ സ്ഥലത്തിലെ അച്ഛൻ എന്നോട് പറയായിരുന്നു, ജോസ്മിന സിസ്റ്ററെ, എൻ്റെ അരികെ ആൾക്കാർ, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമാകും. എൻ്റെ അരികെ ആൾക്കാർ വരും, അച്ഛൻ എനിക്ക് വിസ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, IELTS എഴുതുകയാണ്, അത് എഴുതുകയാണ്, അച്ഛൻ പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ശമ്പളം മുഴുവനും അച്ഛൻ അയച്ചു തരുമെന്ന് പറയാം. എൻ്റെ അച്ഛൻ എന്നോട് പറയാം, 40% ആൾക്കാർ കിട്ടിക്കഴിഞ്ഞ് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം നന്ദി പറയാനായിട്ട് വരും. ബാക്കി ആൾക്കാർ ലാപ്പത്താ ഹോകെ എന്ന് പറഞ്ഞ അഡ്രസ്സ് ഇല്ലാത്തവരായിട്ട് പോയിരുന്നു. അതൊരു ഹിന്ദി വാക്കാണ്. അപ്പം പിന്നെ പറയുന്നത്, ഇപ്പം ഞാനൊരു എനിക്കൊരു കർത്താവ് ഒരു മെസ്സേജ് തരുന്നു. വലത്ത് കാലിൻ്റെ ആ പൊത്തയുടെ മേൽവശത്തായിട്ട് ആ എല്ലുമാതിരി ഇരിക്കുന്ന ആ സാധനമുണ്ടോ പൊങ്ങിയിരിക്കുന്നത്, ആ ലിഗമെൻ്റൊക്കെ ഉള്ള ആ ഭാഗത്ത് ചുളുചുള കുത്തുന്ന വേദനയുള്ള ഒരു വ്യക്തി. ഇതെങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ മടങ്ങിപ്പോയതാണ്. നമ്മുടെ നാട്ടിലൊക്കെ മടിഞ്ഞു പോയെന്നൊക്കെ പറയാറില്ല. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പോയ ഒരു വ്യക്തിയാണ്. കർത്താവ് പരിപൂർണ സൗഖ്യം കൊടുക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആണ് അത് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് നന്ദി പറയുക. പിന്നെ ഈ വലത്ത് വശത്തെ ഏണ് തൊട്ട് ഈ ഭാഗം തൊട്ട് ഇങ്ങനെ താഴോട്ട് ഇരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ വല്ലാത്ത കുത്തുന്ന രീതിയിലുള്ള വേദനയുള്ള ഒരു വ്യക്തിനെ കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. എൻ്റെ പഴയ വീഡിയോകൾ സൂം മീറ്റിങ്ങിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഓരോരുത്തർക്ക് സൗഖ്യം കൊടുക്കുന്നതും അവരത് അറ്റസ്റ്റേഷൻ നടത്തുന്നതും, അതായത് ടെസ്റ്റ് മണി പറയുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ഏറ്റെടുക്കുകയും ഈ ഹീലിംഗ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിച്ച് നന്ദി പറയുകയും ചെയ്യാം. അപ്പം ഞാൻ ആൾക്കാരോട് പറയാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. പ്രാർത്ഥനയോടെ പ്രാർത്ഥന. സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ഒരിക്കൽ പരിശുദ്ധ അമ്മ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട് വന്നിട്ട് ഒരു അമ്മ എന്നുള്ളതിൽ കൂടുതൽ ഒരു ഡയറക്ട്രസ് ആയിരുന്നു. മദർ മേരി അമ്മയായിരുന്നു, പക്ഷേ കൂടുതലായിട്ടും പഠിപ്പിക്കുന്നുണ്ടായി സെയിൻറ്റ് ഫൗസ്റ്റീനെ. നീ ഇത് ചെയ്യണം, പ്രേ മൈ ഡോട്ടർ, പ്രേ. ഇത് തന്നെയാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ എപ്പോഴും നിൻ്റെ കൂട്ടത്തിലുണ്ട്, പക്ഷേ നീ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് ഒരു ബോധ്യം ഇന്ന് ഇത് നമുക്ക് നേരത്തെ ഉള്ളത് തന്നെ, പക്ഷേ ഇത് വീഡിയോ ഇടാൻ വേണ്ടി കർത്താവ് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അപ്ലോഡ് ആകുമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ മൊബൈലിനകത്ത് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ പിടിക്കും, ക്യാമറ ഉപയോഗിച്ച് വീഡിയോ പിടിച്ചിട്ട് അത് അപ്ലോഡ് ചെയ്യുന്ന ആ വ്യക്തിക്ക് അയച്ചു കൊടുത്തിട്ട് അവൻ ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് ലൈവ് വരുന്നത്. ഇനി ഇത് എവിടെ പിടിച്ച് കുത്തിയാൽ ലൈവായിട്ട് കയറുമെന്ന് എനിക്കറിയത്തില്ല, നോക്കാം. നമ്മളെല്ലാത്തിനും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ. എനിവേ, അപ്പം ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ അരളിക്കയിൽ മണിക്കൂറുകളോ നോക്കിയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഈശോയെ കാണാനായിട്ട്, അതായത് തിരുരക്തം കാണാൻ കഴിഞ്ഞു, കുരിശ് കാണാൻ കഴിഞ്ഞു. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നമ്മൾ കണ്ട അരളിക്കയിൽ നിന്ന് രക്തത്തുള്ളികൾ. ഞാൻ ഒത്തിരി നേച്ചർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ഇറയത്തിരിക്കുമ്പോൾ നമുക്കൊക്കെ ഓടിട്ട വീടുകൾ അല്ലെ പുല്ല് മേഞ്ഞ വീടുകളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പം ആ ഇറയത്ത് മഴ വന്ന് വീഴുമ്പം ആദ്യം വലിയതായിട്ട് വീഴുന്ന ആ വെള്ളത്തുള്ളി താഴോട്ട് പോകുമ്പം വെള്ളം ഇങ്ങനെ
മുകളിലോട്ട് നടുക്കോട്ട് അത് വീണിട്ട് സൈഡ് വശങ്ങളിൽ നിന്ന് കൊമള ഒരു ബോൾ മാതിരി ഒരു ഭിത്തി മാതിരി വെള്ളം തന്നെ തീർത്ത് അത് പോകും, പിന്നെയും വന്ന് വീഴും. പ്രത്യേകിച്ച് മഴ തീർന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം എന്ന് പറയുന്ന കണക്കാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിനകത്ത് ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പം ഞാൻ കയറിയതാണ്. അതിനകത്ത് ഇങ്ങനെ രക്തം അവിടെ എവിടെയായിട്ട് ഒസ്തിയുടെ പല ഭാഗത്തും കട്ടിയായിട്ട് വീഴുന്നത് കണ്ടവരും വിശ്വസിച്ചവരും ഭാഗ്യവാന്മാർ. ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത് അത് വിശ്വസിക്കാനും അത് കണ്ട് വിശ്വസിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാനും ഒരു വിശ്വാസം ദൈവം തരണം. വിശ്വാസം എന്ന പുണ്യം ദൈവം തന്നാലല്ലാതെ വേറൊരാൾക്കും കൊടുക്കാൻ പറ്റില്ല. ദൈവത്തിന് അസാധ്യമായത് വിശ്വാസമല്ലാത്തൊരു ഹൃദയത്തിൽ വിശ്വാസം ഉണ്ടാക്കുക എന്നാണെന്ന് പോലും അങ്ങനെ പോലും ഒരു ക്രിസ്ത്യൻ ബിലീഫ് പറയുന്നുണ്ട്. ഏതായാലും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട്. പക്ഷെ ഈ പ്രാർത്ഥിച്ചത് കൊണ്ട് നിങ്ങൾ 24 മണിക്കൂറും എൻ്റെ ഭാഷയും കൂടെ ഉപയോഗിക്കട്ടെ, തലയും കുത്തി ഇന്ന് പ്രാർത്ഥിച്ചാലും സ്വർഗത്തിലിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒരു പൊടി പോലും അത് മഹത്വം കൂടാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഞാൻ ആഗ്നോസ്റ്റിക്കാണ്, ഞാൻ നിരീശ്വരവാദിയാണെന്നും പറഞ്ഞ് ദൈവം ഇല്ലാന്നും പറഞ്ഞ് ദൈവത്തിനെ ചീത്ത വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്, ഒറിജിനൽ ചീത്ത വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാൻ എൻ്റെ ഭാഗം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, അതൊക്കെ ഇപ്പോൾ കുറേ ധ്യാനത്തിനകത്തൊക്കെ പറഞ്ഞതാണ്. ഇപ്പം അത് പിന്നീട് നമുക്ക് ഒരു ദിവസം പറയാം. അപ്പോൾ അങ്ങനെ ചീത്ത വിളിച്ചെന്നും കണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിന് എന്തെങ്കിലും കുറവുണ്ടാകുമോ? ഒരിക്കലും ഇല്ല. കാരണം നിന്റെ വിളിയിലല്ല, നീ സ്തുതിക്കുന്നത് കൊണ്ടല്ല ദൈവത്തിന് മഹത്വം. നമ്മളെല്ലാവരും കൂടെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മഹത്വം കൂടി പ്രകാശം ഔറ കൂടി വരുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അല്ല, ദൈവം തന്നിൽ തന്നെ ദൈവമാണ്. ദൈവത്തിന് ആദിയും അന്തവുമാണ് ദൈവം. ആരും സൃഷ്ടിയല്ല. നമ്മളത് വിശ്വാസ പ്രമാണം പുതിയ ഇതിൽ ഓൾഡ് ഇത് ഇപ്പോഴും അതാണല്ലോ പള്ളികളിൽ ഉപയോഗിക്കുന്നത്. സൃഷ്ടിക്കപ്പെടാത്തവനാണ് ദൈവം, തന്നെത്താനെ ഉളവായ അതാണ്. അപ്പൊ അത് നിങ്ങൾ വിചാരിക്കണം, ദൈവം ഫ്രം നത്തിങ്നെസ് ഹി കെയിം ഇൻ ടു ബീയിങ്. അതാണ്, ഒന്നുമില്ലായ്മയിൽ ദൈവം തന്നെ ഉരുവായി വരികയായിരുന്നു. അതുകൊണ്ട് നീയൊക്കെ പ്രാർത്ഥിച്ചാലും ഞാനൊക്കെ പ്രാർത്ഥിച്ചാലും ദൈവത്തിൻ്റെ മഹത്വത്തിന്, ദൈവത്തിൻ്റെ തേജസ്സിന്, ദൈവത്തിൻ്റെ ഒരു അട്രിബ്യൂട്ടിനും നിങ്ങൾക്ക് ഒന്നും കൂട്ടാൻ പറ്റില്ല. ദൈവം ബിക്കോസ് അത് പൂർണ്ണത തന്നെയാണ്. ദൈവം പൂർണ്ണതയാണ്. നീ അങ്ങോട്ട് പ്രാർത്ഥിച്ച് ഇപ്പം എൻ്റെ മനസ്സിലോട്ട് ഒരു ഇത് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പണ്ടത്തെ ഗോൾഡ് സ്മിത്ത് ഈ കത്തിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് എന്താ ആലയിൽ നമ്മൾ പോയിരിക്കുമ്പോഴത്തേക്ക് ചിലരിങ്ങനെ ചവിട്ടുന്നത് കാണാം. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ ചവിട്ടുന്ന അനുസരിച്ച് ഒരു ആല ഇങ്ങനെ അടിക്കുലയല്ലേ പോകുന്നത്, അവിടെ തീക്കനലിട്ടിട്ട് അതിനകത്തൊക്കെ ആണല്ലോ കത്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അത് ചൂടാക്കുന്നതും പഴുത്തിട്ട് അത് തല്ലി രൂപത്തിലാക്കി എടുക്കുന്നതൊക്കെ. അപ്പം ഇവിടുന്ന് ഈ കാറ്റ് ചെല്ലുന്നവരും അവിടെ ആലയിൽ തീ കത്തി ആളി വരുന്നത് നമുക്ക് കാണാം. ഒത്തിരി ആഴി പോലെ ഇങ്ങനെ ആയി വരും. അതിൻ്റെ ചൂടിലാണ് ഈ ഇരുമ്പിനെയൊക്കെ ഉരുക്കിയെടുക്കുന്നതും ഒക്കെ. ഇങ്ങനെ നമ്മൾ ഈ പ്രാർത്ഥിച്ച് ദൈവത്തിന് ഒരു മഹത്വം കൂടെ. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത് നിന്റെ ആത്മാവ് നിന്നെ സൃഷ്ടിച്ചവനെ കണ്ടുപിടിക്കുന്ന ഒരു രീതി മാത്രമാണ്, ഒരു വഴിയാണത്. നമ്മളെ സൃഷ്ടിച്ച ആ ദൈവത്തിനടുത്തേക്ക്, ആ രൂപിയിലേക്ക് ചെന്നടുക്കാനുള്ള ഒരു പാത മാത്രമാണ്. അപ്പോൾ അതല്ലാണ്ട് ദൈവത്തിന് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ നീ ഒന്നും പ്രാർത്ഥിക്കേണ്ട. ദൈവത്തിന് അവിടെ ഒരു കുറവുമില്ല. കാരണം ഈ കണ്ടതെല്ലാം നമ്മളെയും സൃഷ്ടിച്ച ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് അവിടെ യാതൊരു കുറവുമില്ല. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച എന്നാൽ നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടും. നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്ന അനുസരിച്ചിട്ട് നമ്മൾ ദൈവത്തെ പോലെയാകും. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമ്മളും ദൈവത്തെ പോലെയാകും. അതെങ്ങനെ അറിയാൻ പറ്റുന്നത്? മോശ പണ്ട് സിനായ് മലയിൽ പോയിട്ട് അവിടെ 40 ദിവസം ദൈവത്തെ കാത്തിരുന്നു. ഞാൻ ഇപ്പം നിന്നെ കാണാൻ വരും, എനിക്ക് നിന്നെ കാണണം, നീ ആരാണെന്ന്. താഴെ ഇസ്രായേലികളെല്ലാം നിൽക്കുന്നുണ്ട്. ഈജിപ്തിൽ നിന്ന് കരകയറ്റി ഇവിടെ കൊണ്ടുവന്നു. അപ്പം ഞാൻ ഇങ്ങനെ പോയി 40 ദിവസം കാണാണ്ടിരുന്നു. തിരിച്ചു ചെല്ലുമ്പോൾ ഇസ്രായേലിൽ എന്നോട് ഞാൻ ദൈവത്തെക്കുറിച്ച് പറയും, ഞാനാണ് നിന്നെ വിളിച്ചതെന്നും നിന്നെ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കരയറ്റാൻ നിന്നെ വിളിച്ചാക്കിയതാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ മോശ പറയും, ഒക്കെ ശരി തന്നെ, ഞാൻ നിന്നെ കണ്ടു, അല്ലെ നിന്റെ സ്വരം ഞാൻ കേട്ടു. ദൈവം വന്ന വഴി കാറ്റിൽ നോക്കി കണ്ടില്ല, പിന്നെ മേഘത്തിൽ നോക്കി കണ്ടില്ല. ഞാൻ നടന്നു പോകുമ്പോൾ എൻ്റെ പിന്നാമ്പുറം മാത്രമേ കാണുകയുള്ളൂ. കാരണം എന്നെ മുഖാമുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ജീവനോട് ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം
മോശ ഇങ്ങനെ 40 ദിവസം ഈ പിതാവായ ദൈവം വരുന്നുണ്ടോ എന്നും കണ്ടിട്ട് ഇങ്ങനെ നോക്കി ഇരുന്ന് ദൈവത്തോട് ചേർന്ന് ആ തേജസ്സിനോട് ചേർന്ന് കഴിഞ്ഞിട്ട് മോശ ഇറങ്ങി വന്നപ്പം ഇസ്രായേൽ ജനം സൂര്യനെ നോക്കുന്ന കണക്കാ മോശയുടെ മുഖം പ്രകാശിക്കുന്ന കണ്ട. അവർക്ക് കണ്ണ് തുറന്ന് മുഖം ഉയർത്തി നോക്കാനേ പറ്റുന്നുണ്ടായില്ല. കാരണം എന്തേ? പിതാവായ ദൈവത്തോടു കൂടെ 40 ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ മോശ മറ്റൊരു മറുരൂപം എടുത്തത് കണക്കാണ്. മനുഷ്യരൂപമല്ല, വേറെ ഏതോ തേജസ്സുറ്റ ഒരു മുഖമായിട്ട് ഇറങ്ങി വന്നത്. ഇസ്രായേൽ ജനം താഴെ ഉണ്ടായിരുന്ന താഴ്വാരത്തിലുണ്ടായിരുന്ന ആൾക്കാർക്ക് മോശയുടെ മുഖം കണ്ടിട്ട് തിളങ്ങുന്ന മുഖമായിട്ടാണ് കാണുന്നത്. അപ്പം സെയിൻറ്റ് ഫൗസ്റ്റീന അടുത്തേക്ക് ഈശോ ഇപ്പം ഇങ്ങനെ ഈശോ പറഞ്ഞല്ല കേട്ടോ, സെയിൻറ്റ് ഫൗസ്റ്റീന ഒരു വെളിപ്പെടുത്തൽ സെയിൻറ്റ് ഫൗസ്റ്റീനയ്ക്ക് ഉണ്ടായത്. മാർപ്പാപ്പ കർദിനാളന്മാര് അവരെല്ലാം, മാർപ്പാപ്പ ഇപ്പം സൂര്യ തേജസ് ഉള്ളവനാണെങ്കിൽ കർദിനാളന്മാരും ഒക്കെ ചന്ദ്രന്മാരെ പോലെയാണ്. ഒരു ചന്ദ്രൻ ആണ് ഒരു കർദിനാള്, അല്ലെ വേറൊരു കർദിനാള് ആ ചന്ദ്രന്റെ മുഖമായിട്ടാണ്. സന്യസ്തരായിട്ടുള്ള ആൾക്കാർ, സിസ്റ്റേഴ്സ്, അവരൊക്കെ നക്ഷത്രങ്ങളായിട്ട് തിളങ്ങുന്നുണ്ടെന്ന്. അതായത് ആത്മീയ ജീവിതത്തിലെ കാര്യമാണ് പറഞ്ഞത്. അല്ലാണ്ട് അവരാരും സൂര്യനോ ചന്ദ്രനാണോ നിങ്ങളെല്ലാവരും പോലും അവിടെ കിടന്നിട്ട് ഇങ്ങനെ വണങ്ങിയേക്കരുത്. അപ്പം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഇങ്ങനെ സൂര്യനും ചന്ദ്രന്മാരും നക്ഷത്രങ്ങളും, ഒരു ചന്ദ്രനേ ഉള്ളൂ, പക്ഷെ ഓരോരുത്തരും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. കാരണം ദൈവത്തെ കണ്ട ഒരാൾക്കും നമ്മൾക്ക് വേറൊന്നായിട്ട് ജീവിക്കാൻ കഴിയില്ല. ദൈവത്തെ മനസ്സിലാക്കിയാൽ, ദൈവത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ദൈവം ചെയ്തതൊക്കെ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മക്കളെ, ഈശോ പറയുന്നുണ്ട്, ഞാൻ എൻ്റേതായിട്ട് ഒന്നും ചെയ്യുന്നില്ല. നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന, എൻ്റെ പിതാവ് ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടിരിക്കുന്നു, എൻ്റെ പിതാവ് പറയുന്നതെല്ലാം ഞാൻ കേട്ടിരിക്കുന്നു. അത് തന്നെയാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? പിതാവിൻ്റെ മകനാണ് യേശു ക്രിസ്തു, ഏകജാതനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ ഏകജാതൻ സ്വന്തം പിതാവ് എന്തൊക്കെയാണ് ചെയ്ത് കണ്ടിരിക്കുന്നത് അതൊക്കെയാണ് ഈ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് ചെയ്തത്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇതെല്ലാം മനസ്സിലാക്കണം. അപ്പം എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. വേറെ ഒരാളിൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്കിടെ തന്നെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആരുടെ? നിങ്ങൾക്കൊരു കാര്യം നടന്നു കിട്ടാനല്ല, നിയോഗം നടന്നു കിട്ടാനല്ല, മക്കളുടെ കല്യാണം നടക്കാനല്ല, ജോലി കിട്ടാനല്ല, വിദേശത്ത് പോകാനല്ല, വിസ കിട്ടാനല്ല, ഇംഗ്ലീഷിന് പരീക്ഷ പാസ്സാകാനല്ല, ഇതിനൊന്നുമല്ല. നിങ്ങൾ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ആ ക്രിസ്തുവിനെ പോലെ ആകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ എന്നെ ഒരു ക്രിസ്തു ആക്കണമെന്നല്ല. നിങ്ങളുടെ പ്രാർത്ഥന തനിയെ തന്നെ ആ പാതയിൽ നിങ്ങളെ മുന്നോട്ട് നയിച്ച് മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റും. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ഒരു ബെറ്റർ വേൾഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ചിന്തിക്കാൻ തുടങ്ങും, ക്രിസ്തുവിനെ പോലെ പറയാൻ തുടങ്ങും, ക്രിസ്തുവിനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ ആർക്കാ ബെറ്റർമെന്റ് ഉണ്ടാകുന്നത്? നിങ്ങളുടെ കുടുംബത്തിലാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ എന്നെക്കുറിച്ച് കമന്റ് ചെയ്തുകൊണ്ട്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വലിയ, ഞാൻ എന്നെ പറ്റി ഒരു കാര്യം പറഞ്ഞേ, ഞാൻ വെള്ളം ഒന്ന് കുടിച്ചോട്ടെ. ഈശോ, അപ്പം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. അതെന്താന്ന് ചോദിച്ചാൽ, എന്നെക്കുറിച്ച് ഡെയ്സി ഫിലിപ്പ് എന്നും പറഞ്ഞ ഒരാൾ, എന്നെ സംബന്ധിച്ച് ഇവിടെ 14 വർഷം, അത് ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പലപ്പോഴും ഞാനൊരു പോളണ്ടിലായിരിക്കുമ്പോൾ സമ്മർ ഡ്രസ്സും എല്ലാം ഇട്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരാളെൻ്റെ തോളിലോട്ട് ഇങ്ങനെ ചാരിക്കിടന്ന് ഒരു വടിയൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ, ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ, അദ്ദേഹം 14 വർഷങ്ങൾക്ക് മുൻപ്, ഇറ്റലിക്കാരനാണ് അദ്ദേഹം, 14 വർഷങ്ങൾക്ക് മുൻപ് ഒരു കാറ് ഡ്രൈവ് ചെയ്തപ്പോൾ ഒരു ടീ പോയിന്റിൽ ചെന്ന് ഭിത്തിയിലിടിച്ച് അയാളുടെ നടക്കാനുള്ള ഞരമ്പുകളും മാംസങ്ങളും എല്ലാം എടുത്തു മാറ്റി. വലത്ത് കാലിലെ തൊലിയും ബോണും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 2 കൈയിലും ഇങ്ങനെ വെച്ച് നടക്കുന്ന ക്രച്ചസുമായിട്ടാണ് ഞാൻ അയാളെ കാണുന്നത്. അതെങ്ങനെയാണ്? എനിക്ക് സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ഖബറിൽ കൊണ്ടുപോയിട്ട് ഞാൻ
അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ ആ വടിയെല്ലാം കൂടെ അവിടെ കവറിലിട്ടേച്ച് അയാൾ എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. കുന്ന് കയറി ഞങ്ങൾ നിത്യാരാധന ചാപ്പലിൽ വന്നു. നിത്യാരാധന ചാപ്പലിൻ്റെ മുൻവശത്ത് വന്നപ്പോഴത്തേക്ക് അയാൾ എൻ്റെ കൈയും പിടി വിട്ട് വെച്ച് ഒരൊറ്റ ഓട്ടം താഴെ നിലത്ത് പോയിട്ട് കുമ്പിട്ട് നടന്ന് കരഞ്ഞ് അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ട് ബസലിക്ക പള്ളിയുടെ വരാന്തയിലൊക്കെ ആൾക്കാർ ധാരാളം പുറത്തെല്ലാം നിൽക്കുന്നുണ്ട്. ഈ സെയിൻറ്റ് ഫൗസ്റ്റിനയുടെ കബറിലാണ് ഞാൻ പോയത്. അവിടെ സെമിത്തേരി ആണല്ലോ. രാവിലത്തെ സമയത്ത് തന്നെയാണ് ഇത് നടക്കുന്നത്. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇത് സൂത് എന്നാണ് പിന്നെ പോളിഷിൽ ഇതിന് മിറക്കൽ പറയുന്നത്. പറഞ്ഞ് ഞാനിതെല്ലാം കഴിഞ്ഞ് ഇവിടെ വരുമ്പം തന്നെ സിസ്റ്റേഴ്സ് വീഡിയോ പിടിക്കാനും ഫോട്ടോ പിടിക്കാനും അയാളെ ഇൻ്റർവ്യൂ ചെയ്യാനും എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാനും എല്ലാം കൂടെ ക്യാമറയൊക്കെ ആയിട്ട് വരികയാണ്. കാരണം ഇതെല്ലാം ലൈവായിട്ട് ഈ ഒരു മിറക്കിൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു 10-35 ആൾക്കാരുണ്ട്. അവർ റിപ്പോർട്ട് ചെയ്തു കോൺവെൻറ്റിൽ. ഞങ്ങളിത് സിമിത്തേരിയിലാണ്. അങ്ങനെ അപ്പം പറഞ്ഞു വന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്നോട് ദൈവം പറയുകയാണ്, ആ മനുഷ്യൻ നീ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാനിന്ന് സൗഖ്യം കൊടുക്കുമെന്ന്. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാണ്? ഞാനിതുപോലുള്ള വലിയ കാര്യങ്ങൾക്കൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല, ചെറിയ കാര്യങ്ങൾക്കും പ്രാർത്ഥിച്ചില്ല. മിറക്കിൾസ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ഇന്ന സൗഖ്യം കിട്ടും, സന്ദേശം കിട്ടും. പക്ഷെ ഒരാളെ ഇൻഡിവിജ്വലായിട്ട് സൗഖ്യം തരാൻ നീ വാന്നും പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോയ ഫൗസേനമ്മയുടെ കബറിൻ്റെ അവിടെ ഇരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അയാൾക്ക് 43 വയസ്സുണ്ട് ആ സമയത്ത്. അദ്ദേഹത്തോട് പറഞ്ഞു, ഇതുവരെ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം ഏറ്റു പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ഇച്ചിരി വിശ്വാസം, ലാസറിനെ ഉയർപ്പിച്ച് 4 ദിവസം ഖബറിനകത്ത് അടങ്ങിയ ലാസറിനെ ഉയർപ്പിച്ചെങ്കിൽ ഇതിൻ്റെ ഇത് സൗഖ്യം തരാൻ ദൈവത്തിന് കഴിയുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇൻസ്പയർ ചെയ്തു. അങ്ങനെ വടിയെല്ലാം താഴെ വെച്ച് പിന്നെ എൻ്റെ തോളിലോട്ട് കയറി പിടിച്ചോണ്ടൊക്കെയാണ് നടന്നത്. ഇത് മഹാസംഭവമായിരുന്നു. ഇത് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഇതൊക്കെ എന്നെ കൊണ്ട് ദൈവം എന്തിനാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്? അപ്പോഴും നിങ്ങൾക്കുള്ളൊരു കംപ്ലൈൻറ്റ് എനിക്കുമുണ്ട്. കംപ്ലൈൻറ്റ് ഞാൻ തമ്പുരാനോട് പറയുന്നത്, എൻ്റെ ഈശോയെ, ഈ കാണാൻ കൊള്ളാത്ത മോന്തയും എനിക്ക് ഉടുപ്പ് തുണിയില്ല മണിയില്ല എന്നൊക്കെ ആൾക്കാരാണ് പറയുന്നത്. എൻ്റെ വസ്ത്രത്തെക്കുറിച്ചുള്ള കമൻറ്റും ഒക്കെ ഉള്ള ഈ പറഞ്ഞ് എന്നെ പിടിച്ച് ഈ കർണക്കൊന്തയ്ക്കാക്കാൻ പാടുണ്ടോ? നീ വല്ല അച്ഛന്മാരെയോ കന്യാസ്ത്രീകളോ വിളിച്ചാൽ ഒന്നുമില്ല, അവരുടെ ഉടുപ്പിൻ്റെ പിന്നാലെയെങ്കിലും ആൾക്കാർ ചെല്ലും. ഇത് ദൈവകരുണ, നിന്നെ വെറുക്കാനേ ഇതൊക്കെ സഹായിക്കത്തുള്ളൂ കേട്ടോ. ഉള്ള ദൈവകരുണ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരും എന്നെ കണ്ടു കഴിയുമ്പം പ്രാർത്ഥന നിർത്തി അവരവരുടെ പോക്കിന് പോകും. അതുകൊണ്ട് നീ അങ്ങനെയുള്ളവരെയൊക്കെ തിരഞ്ഞെടുക്കും എന്നൊക്കെ പറഞ്ഞ് എത്ര പ്രാവശ്യം തല്ലുകൊടുത്തുണ്ടായിട്ടില്ല ഈശോ. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയത്തില്ല, അധികം കിട്ടിയവർ, അധികം ഇളച്ചു കിട്ടിയവർ അധികം ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നല്ല. ഇപ്പം അങ്ങനെ ഒരു ചിന്ത. അപ്പം അവർക്ക് ഈശോ എന്നോട് പറഞ്ഞു, നോന്ന് നീ പറയരുത് മകളെ എന്നോടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇതിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടെ അങ്ങനെ തൃശങ്കുവിനെ സ്വർഗത്തിൽ ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊങ്ങയ്ക്ക് പിടിച്ച് തൂക്കിയിട്ടിരിക്കല്ല, ആകാശത്തിനും ഭൂമിക്കും മേളിൽ. ഇപ്പം ഇത് എനിക്കിഷ്ടം ഉണ്ടായിട്ടാണോ ചെയ്യുന്നത്? ഞാൻ ഇതിനകത്ത് വെല്ലം തിന്ന് പിടിച്ച് നിങ്ങളിപ്പോൾ ഇത് നേരത്തെ ഒരു വീഡിയോ വന്നിരുന്ന കർണക്കൊന്തയ്ക്ക് ഇരുന്നതാണ് 3 മണി. ഞാനിങ്ങനെ ഇവിടെ എല്ലാം തൂത്തോണ്ടിരുന്നപ്പോഴാണ് ക്ലീൻ ആക്കി. ഞാൻ പറഞ്ഞല്ലോ 1 വർഷമായിട്ട് ഞാൻ ഈ വീട്ടിൽ വന്നിട്ടില്ല. ഒന്ന് ക്ലീൻ ആക്കാന്ന്. ഈ മുറി എൻ്റെ മോള് വരുന്നുണ്ടായി, കൂട്ടുകാരും ഒക്കെ ആയിട്ടൊക്കെ ഇവിടെ വന്ന് ഇരിക്കുകയും അവൾ ചിലപ്പോൾ ഇവിടെ താമസിക്കുക. അവളുടെ ബർത്ത്ഡേ ഒക്കെ എവിടെയായിരുന്നു ആഘോഷിച്ചതൊക്കെ, അത് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. അവിടെ കയ്യിൽ വീടിൻ്റെ താക്കോലുണ്ട്. അപ്പോൾ അവൾ വരും പലപ്പോഴൊക്കെ. ഏതായാലും എനിക്ക് ക്ലീൻ ചെയ്തല്ലാതെ എനിക്ക് ഒരു സ്ഥലത്ത് പൊടിയൊന്നും ആയിട്ട് കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ 3 ആയല്ലോ എന്നും കണ്ട് ഞാനതെല്ലാം ഇട്ടമാര് തന്നെ ഇട്ടിട്ട് ഓടി വന്ന് കർണക്കൊന്തയ്ക്ക് ഇതേ കേറലും തിരുരക്തം ഞാൻ തിരുവോസ്തയിൽ കാണുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ആത്മാവ് ഈ ഡയമണ്ട് എന്ന് പറയുന്ന ഒരു കരിക്കട്ടയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് നല്ലതായിട്ട് പോളിഷ് ചെയ്ത്, അത് മണ്ണിനടിയിൽ നിന്നാണ് കുഴിച്ചെടുക്കുന്നത്. നന്നായിട്ട് പോളിഷ് ചെയ്ത് കഴിയുമ്പം 1 കിലോമീറ്റർ ദൂരം നിന്നാലും ഒരു ഡയമണ്ട് ഇവിടെ ധരിച്ചുകൊണ്ട് വരികയാണ്. എത്ര ചെറുതാണേലും ആൾക്കാർക്ക് അതിൻ്റെ പ്രകാശം കിട്ടും. കാരണം സൂര്യപ്രകാശം അല്ലെ മറ്റിപ്പോൾ ലൈറ്റിൻ്റെ മറ്റേതെങ്കിലും പ്രകാശം നമ്മുടെ ആ ഡയമണ്ടിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യും? അത് പ്രതിഫലിക്കും. ഇതാണല്ലോ, അതിനല്ല റിഫ്ലക്റ്റ് ചെയ്യാന്നല്ല പറയാം, അത് പ്രതിഫലിക്കും. അപ്പം നീ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിന്റെ പ്രാർത്ഥന കൊണ്ട് നിന്റെ ആത്മാവിനെ ഡയമണ്ടിനെ, അതായത് കരിക്കട്ടയായിരിക്കുന്ന ഡയമണ്ടിനെ റബ്ബ് ചെയ്ത് അതിനെ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖത്ത് ആ ദൈവികത്വം പ്രതിഫലിച്ച് കാണും. ഇപ്പൊ ഒന്നും വേണ്ട, ഞാനൊരു കാര്യം, നിങ്ങൾക്കെല്ലാം പൂച്ചയുടെ കാര്യം അറിയാമല്ലോ. ഇതിനു മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. മാതാവിനെ കാണുന്ന വീട്ടിൽ പോയപ്പം
അവിടെ 2 പൂച്ചയുണ്ടായിരുന്നു. അപ്പോൾ ആ പൂച്ചകൾ ഞാനിരിക്കുന്ന കസേര, എൻ്റെ വീടിൻ്റെ അവിടെ നിന്നുള്ള ഇറ്റലിയിൽ നിന്ന് അവർ ഒത്തിരി ദൂരെയാണ്, ഒരു കാട്ടിനകത്ത് കൂടെ എല്ലാം പോയി ഭയങ്കര കോച്ചുന്ന തണുപ്പായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ മാസവും മാതാവ് അവരോട് ഒന്ന് സംസാരിക്കും, എന്നിട്ട് ഈ ഭൂമിയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ചിലരൊക്കെ കാണുന്നുണ്ട്, ഞാൻ കണ്ടില്ല കേട്ടോ. ഒരു കസേര അവിടെ ഇട്ടിട്ടുണ്ട്, ഒരു കുഷ്യൻ വെച്ചിട്ടുണ്ട്, താഴെയും കുഷ്യൻ വെച്ചിട്ടുണ്ട്, ബാക്കിലും വെച്ചിട്ടുണ്ട്. മാതാവ് അവിടെ വന്നിരിക്കും. ഇവിടെ ഇത്രയും പോണ ഒരു സ്റ്റാച്യു മാത്രമാണ് അവിടെ റോഡ് സൈഡിൽ വെറുതെ ഓപ്പൺ ആയിട്ട്, ഒരു ഗ്രോട്ടോ പോലും അല്ല, ഒരു സ്റ്റാച്യു ഇങ്ങനെ ഇത്രയും പോണത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലാണ് ഈ മാതാവ് അവിടെ കാണുന്നുണ്ട്. ഒരു കസേരയിൽ വന്ന് മാതാവ് ഇരിക്കും. ഈ സ്ത്രീ ലൂസിയാന എന്നാണ് പേര്. ഈ സ്ത്രീ മാതാവിനോട് സംസാരിക്കും. അവരിങ്ങനെ നമ്മളോടൊന്നും അന്ന് മിണ്ടത്തില്ല, അങ്ങനെ എഴുതി കുറിച്ചുകൊണ്ടിരിക്കും. മാതാവ് പറയുന്നതല്ല ഈ ബുക്കിലാട്ട് എഴുതിട്ട് നമുക്ക് വായിച്ചു തരും. അതാണ് നടക്കുന്നത്. ഇനിയിപ്പം ജൂൺ 3-ാം തീയതി വരുന്നുണ്ടെന്നാണ് നമുക്ക് ഓൾറെഡി ഇൻഫോം ചെയ്തിരിക്കുന്നത്. അപ്പം അവരുടെ അരികെ പോയപ്പോൾ ഈ പൂച്ച ആദ്യം എൻ്റെ 2 കൂട്ടുകാർ ഇറ്റാലിയൻസ് ആണ്. അവരുടെ ഒരാളുടെ കാറിലാണ് അവർ കൊണ്ടുപോയത്. അപ്പം ഞാനിരുന്ന കസേരയുടെ ചുറ്റുവട്ടത്തിലെ കൂടെയൊക്കെ വന്നിട്ട് പ്രിയപ്പെട്ടവരെ കുറച്ച് കഴിഞ്ഞപ്പം അത് വളരെ ഫ്രണ്ട്ലി ആയത്. ഇപ്പം എനിക്കിവിടെ വൈഫൈ ഇല്ല, ഇവിടെ ആരും താമസിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ടും കൂടെയാണ് എനിക്കിവിടെ വരാനുള്ളത്. അപ്പോൾ എൻ്റെ നെയ്ബറുണ്ട്, നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ നേരെ കഥ തുറന്ന് അപ്പുറത്ത് ഒരു നെയ്ബറിൻ്റെ അരിക്കെന്നാണ്. ഈ മുറി വിട്ട് വേറെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്തോട്ട് പോയാൽ ചിലപ്പോൾ കട്ടായി പോകാനുള്ള ചാൻസും ഉണ്ട്. അങ്ങനെ അപ്പോൾ അത് കിട്ടിയത്. അപ്പോൾ അവരുടെ വീട്ടിൽ ഇതൊന്ന് സെറ്റപ്പ് ആക്കാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവരുടെ പൂച്ച ഉണ്ടായിരുന്നു, എൻ്റെ ഇവിടെ വരെ നക്കിയ പൂച്ച. അപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു കാര്യം, അവർ 35 വർഷം പ്രായമുള്ള ആളാണ്, 35 വർഷം നേഴ്സായിട്ട് ഇംഗ്ലണ്ട് ജോലി ചെയ്തുകൊണ്ട് നല്ലതായിട്ട് ഇംഗ്ലീഷ് സ്റ്റൈലിൽ ഇംഗ്ലീഷ് പറയും. അതുകൊണ്ട് എനിക്കും അത് കമ്മ്യൂണിക്കേഷനും ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ ഇറ്റലിക്കാരിയാണ്. എന്നാൽ അപ്പോൾ അവരെന്നോട് പറയാണ്, ഈ ഒരു ചോയ്സ് പൂച്ചയുടേതാണ്, പൂച്ച തീരുമാനിക്കുമെന്ന്. പൂച്ച നമ്മുടെ ആത്മാവിനെ അറിയുമ്പോഴും. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയുന്നുണ്ട്. ഇപ്പം ഇനി ഇങ്ങോട്ട് മൂർഖമ്പാമ്പ് ഇങ്ങോട്ട് വന്നാലും മൂർഖമ്പാമ്പ് അറിയും ഇത് വരുന്നത് ആരാണ്. ആന വന്നാലും, ഇങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, വീഡിയോയിലല്ല. ഈ ആഫ്രിക്കയിലെ ഒക്കെയുള്ള വലിയ വനാന്തരത്തിൽ പോയി ആന ഇങ്ങനെ മതിച്ചിങ്ങനെ വന്ന് ഇയാളെ അറ്റാക്ക് ചെയ്യാൻ പറയുമ്പോൾ എന്തോ ഒരു എനർജി അയാൾ കാംനെസ് ആണ് ഉപയോഗിക്കുമ്പോൾ തന്നെ. ആന പിന്നെ ഇങ്ങനെ ആനയ്ക്ക് വാലാട്ടത്തില്ല, പട്ടിയുടെ കാര്യം. അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുണുങ്ങി അയാളുടെ മുന്നേ. അതാണ് ശക്തി. കാട്ടാനയുടെ കാര്യം. അല്ലാണ്ട് ഈ നാട്ടിൽ കൊണ്ടുവന്നിട്ട് നാട്ടിലുള്ള ആന കാണിച്ചു കിട്ടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയ മകനെ, നീ പ്രാർത്ഥിക്കേണ്ടത് അച്ഛൻ്റെ ആവശ്യമല്ല, ഇടവകയിലെ ആവശ്യമല്ല, ജോസ്ഫീനയുടെ ആവശ്യമല്ല, ഒരാളിൻ്റെ ആവശ്യം. നിന്റെ ആത്മാവ് തിളങ്ങും. ആ ആത്മാവ് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നീ ഒരു മാലാഖ കുഞ്ഞായിട്ടായിരിക്കും അവിടെ ചെല്ലുന്നത്. നിനക്ക് പിന്നെ ഇവിടുന്ന് എങ്ങോട്ടും പോകണ്ട. നിനക്കൊരു നരകം ഉണ്ടാവില്ല, നിനക്കൊരു ശുദ്ധീകരണ സ്ഥലം ഉണ്ടാവില്ല. സെയിൻറ്റ് ഫൗസ്റ്റീന ഇങ്ങനെ തിളങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈശോ സെയിൻറ്റ് ഫൗസ്റ്റീനോട് എനിക്ക് എന്താ പറഞ്ഞതെന്നറിയാം, നീ 24 മണിക്കൂർ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ട പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് 24 മണിക്കൂർ വിധിയുണ്ടെന്ന് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാൻ. ഇത് കേട്ടപ്പോൾ എൻ്റെ പൊന്നു പിതാവേ, ഞാനൊക്കെ എൻ്റെ ചെയ്തൊക്കെ പാപം ചെയ്ത് കൂട്ടിയത് ഓർത്തിട്ടുണ്ടെങ്കിലേ 100 വർഷം കഴിഞ്ഞിട്ടല്ലാതെ, അത് തന്നെ മതിയാകുമെന്ന് എനിക്കറിയില്ല, 100 വർഷം കഴിഞ്ഞിട്ടല്ലാതെ എന്നെ പുറത്ത് കിട്ടത്തില്ല ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന്. അവിടെ കിടന്ന് ഉരുകി പാലകന്മാരുടെ കൂട്ട് എൻ്റെ ആത്മാവാകണം. നീ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഒരാൾക്കും വേണ്ടിയല്ല, ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല. നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് സാദൃശ്യയായി ജീവിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അങ്ങനെയുള്ള നീ എന്ത് ചോദിച്ചാലും ഈ ലോകത്തില് എന്ത് ചോദിച്ചാലും ദൈവം നിനക്ക് തരും. ഈ അച്ഛന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ കരിസ്മാറ്റിക്കിന്റെ അച്ഛന്മാരൊക്കെ 24 മണിക്കൂറും ദൈവം. അവരുടെ ഈ കാനാട്ടച്ഛൻ്റെ ഇത് നോക്കുക. എനിക്ക് അദ്ദേഹത്തിനെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഇനി ഇത് പറഞ്ഞാൽ എന്നെ പിടിച്ച് വല്ലവരും കൊങ്ങാക്കി പിടിക്കുമെന്നും അറിയത്തില്ല. അച്ഛനെ ഇവള് പ്രേമിച്ചെന്ന് വരെ പറഞ്ഞുണ്ടാക്കും. പ്രിയ മക്കളെ, അങ്ങനെയൊന്നും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം എന്നെ പോലെയാണ്. ഇനി ഇതിൻ്റെ സാമീപ്യം പറയാം. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ തലത്തിൽ നിന്നാണ് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നത്. ഇത് അങ്ങനെ ആരെങ്കിലും വിളിച്ച് കേൾപ്പിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ അല്ലെങ്കിൽ ഇനി ഇത് ഞാൻ പറഞ്ഞതിന് എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ഇറങ്ങിപ്പോകാം. അയ്യോ പൊന്നു മക്കളെ, നിങ്ങൾ ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങിക്കോ, നിൽക്കുന്നെങ്കിൽ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഞാൻ ചത്ത് കഴിയുമ്പം കേട്ടോ, ഞാൻ മരിച്ചു കഴിയുമ്പം ഈ എൻ്റെ വീഡിയോകൾ ഞാൻ ജീവിച്ചിരിക്കുമ്പം കാണുന്നതിനേക്കാളും
10 മടങ്ങ് ആൾക്കാർ സെർച്ച് ചെയ്ത് കാണുമെന്നാണ് കർത്താവ് എനിക്കൊരു ഇത് തന്നിട്ടുള്ളത്. ഇതെൻ്റെ മകള് എൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്തുകയാണ് അവള് ഭാഗ്യവതി. അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ആരാ പറഞ്ഞതെന്നറിയാം? വട്ടായിൽ സേവർക്കാനച്ചൻ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഇംഗ്ലണ്ടിൽ അദ്ദേഹം വന്നപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടി തന്നെ ഞാൻ ഇവിടുന്ന് ഒരു ഫ്ലൈറ്റും കയറി അവിടെ ചെന്ന് ഒരാളുടെ വീട്ടിൽ 3 രാത്രി, അദ്ദേഹത്തിൻ്റെ 3 പ്രോഗ്രാം 4 രാത്രി താമസിച്ച് അങ്ങനെ അച്ഛൻ്റെ അരികെ കാണാനൊരു അവസരം ഉണ്ടാക്കി തന്ന അച്ഛനോട് ഞാൻ മോടെ കാര്യം പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഇപ്പോൾ 10-12 വർഷമായി. അപ്പം അച്ഛൻ പറഞ്ഞു, ചേച്ചി ഇപ്പം അല്ല ചേച്ചി സഹോദരി അതാന്ന് പറഞ്ഞു, ഉള്ളതിനേക്കാളും ശക്തമായിട്ട് മകള് തിരിച്ചു വരും. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ഛ 30 വയസ്സാകുമ്പോഴെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ഛ ഇനി 12 വർഷം കിടക്കുന്ന. അന്നേരം ആ വർഷത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട, ആ മോണിക്ക പൊണ്ണത്തിനെ നോക്കി. ഈ മോണിക്ക പൊണ്ണിയുടെ കാര്യം എൻ്റെ മകളുമായിട്ട് പറഞ്ഞു വരുമ്പോൾ എനിക്ക് അരിശമാകുമായിരുന്നത്. മോണിക്ക പുണ്യത്തെ പ്രാർത്ഥിച്ചെങ്കിൽ പ്രാർത്ഥിച്ചു, ഞാൻ മോണിക്ക പുണ്യത്തെ അല്ലല്ലോ. എനിക്കാണെങ്കിൽ എനിക്ക് ഇന്ന് പ്രാർത്ഥിച്ചിട്ട് നാളെ കിട്ടണമെന്നുകൊണ്ട് നടക്കുന്ന ആളാണ്. ഞാൻ വിചാരിക്കും എൻ്റെ ദൈവം ഇനി ഞാൻ എന്തോരം നാളുണ്ട്, ഞാൻ ചത്ത പിന്നെ അവൾക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? ഞാൻ എന്നാൽ ഒരു കാര്യം പറട്ടെ നിങ്ങളോട്, ഞാൻ ചത്തുപോയാൽ ഒരു കുഴപ്പമില്ല, വേണമെങ്കിൽ ഞാൻ ചത്തുപോയാൽ ദൈവം തമ്മിൽ ഒന്നും കൂടെ ഉത്തരവാദിത്തമില്ല. കാരണം എൻ്റെ ഈശോയ്ക്ക് അവളെക്കുറിച്ച് ഉത്തരവാദിത്തമുണ്ട്, എന്നെക്കുറിച്ച് ഈശോയ്ക്ക് എങ്ങനെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നോ അവളെ, എൻ്റെ മകളെക്കുറിച്ചും. പ്രിയപ്പെട്ട മകളെ, മകനെ, നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കണ്ണീർ കടലിൻ്റെ നടുക്ക്, മകളെക്കുറിച്ചുള്ള ഓർത്ത വേറൊന്നിനും പ്രശ്നമില്ല, ഇനി അതോർത്ത് ജോസ്മിൻ അസിസ്റ്റന്റ് തിന്നാനില്ലാഞ്ഞിട്ട് കൗൺസിലിങ്ങിന് പൈസ മേടിച്ചാന്ന് പറഞ്ഞ് നിങ്ങൾ ഉണ്ടാക്കും. കഥകൾ കേൾക്കണേ, എന്തെല്ലാം കേൾക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം നിന്റെ മകനെ കുറിച്ച്, മകളെ കുറിച്ച് നീ വിചാരിക്കുന്ന നിന്റെ മാത്രം ഉത്തരവാദിത്തം അങ്ങനല്ല. ഇത് ഈശോയുടെ ഉത്തരവാദിത്തമാണ് പരമപ്രധാനമായിട്ട്. പിന്നെയാണ് ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ ഭർത്താവിനെ, ഭാര്യനെ, മക്കളെ, ആരെങ്കിലും ആയിക്കോട്ടെ നിന്റെ കയ്യിലോട്ട് ദൈവം ഏൽപ്പിച്ചത്. ആദ്യം ഈ പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരത്തി, ഈ കൊച്ച് ഈശോയുടെ കൈകളിലായിരുന്നു, പിന്നെയാണ് നമ്മുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചത്. നമുക്ക് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല, പറഞ്ഞേൽപ്പിക്കുക. ഇവിടെ ധാരാളം ആൾക്കാരെ പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ധാരാളം ആൾക്കാർ പറയും, സിസ്റ്ററേ ഇന്ന കാര്യം ഉണ്ട് കേട്ടോ, പ്രാർത്ഥിക്കണേ കേട്ടോ. അപ്പം ഞാൻ പറയാം, ഞാൻ പ്രാർത്ഥിച്ചോളാം. എനിക്കപ്പം കിട്ടുന്നൊരു സന്ദേശമായിരിക്കും. ഞാൻ പറഞ്ഞ ഒരു 3 ദിവസത്തേക്ക് ഒരു 7 കർണക്കൊന്ത ചെല്ല്, അല്ലെ 21 ദിവസത്തേക്ക് ഒരു 3 കർണക്കൊന്ത വെച്ച് ചെല്ല്, അല്ലെ ഞാൻ ഉപ്പും വെള്ളം, ഇങ്ങനെ കാര്യങ്ങൾ പറയും. എന്നിട്ട് ഞാൻ ഓടി എന്താ അറിയുന്നത്, പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞേച്ച് ഫോൺ വിളിച്ചിട്ടായിരിക്കുമല്ലോ പറയണത്. അന്ന് എനിക്ക് ആ കാലഘട്ടത്തിൽ ഇത് പറയണ സംഭവങ്ങൾ ചിലതിൽ ഓർത്തുണ്ട ഞാനീ പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ എനിക്ക് ഈ വാട്സപ്പിൻ്റെ ഫോണില്ല. അപ്പം ലാൻഡ് ലൈനിലാണ് അമേരിക്ക നിങ്ങളുടെ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത് കൗൺസിലിങ്ങിന് വേണ്ടി. അപ്പം അത് കോഡ്ലെസ് എടുത്തോണ്ട് ഞാൻ എൻ്റെ മുറി. അപ്പം ഞാൻ ചിലപ്പോൾ കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്താണ്, മിക്കവാറും ഉച്ചക്കത്ത് ആഹാരം ഉണ്ടാക്കുന്ന സമയത്താണ്, പള്ളിയും കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഇവരിത് പറയണത്. അപ്പം ഫോൺ അവിടെ വെച്ചിട്ട് ഞാൻ ഓടി എൻ്റെ ആൾക്കാരെ ചെല്ലും. അപ്പം ഈശോ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, കർണാടക ഈശോ. ഞാൻ പറയുന്നത് ഈശോയെ, ഞാൻ പറഞ്ഞത് ഈ കാര്യം നടക്കും, 3 ദിവസം 3 കർണക്കൊന്ത എല്ലാം പറഞ്ഞ് ഇന്ന ദിവസം ഉണ്ടെന്ന്. ഇനി എനിക്കൊരു ഉത്തരവാദിത്തമില്ല, നീ തന്നെ ആ പൗസ്യനമ്മയുടെ ഒരിക്കൽ പറഞ്ഞത് കരുണക്കൊന്ത ചൊല്ലിക്കൊണ്ട് 3 മണി സമയത്ത് കരുണയുടെ ജപമാല ചൊല്ലിക്കൊണ്ട് ആരെന്നോട് എന്ത് ചോദിച്ചാലും എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ബില്ലിൽ തിരുവിഷ്ടപ്രകാരമാണെങ്കിൽ ഞാനത് അവർക്ക് സാധിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇത് ഞാൻ എന്താ കൈ കഴുകുക, പിലാത്തോസ് കൈ എഴുന്നണക്കെ. നീ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ എന്നോട് ചോദിക്കാൻ വന്നാൽ നിനക്ക് തന്നെയാണ് നാണക്കേട്. അതുകൊണ്ട് എന്നോട് ചോദിക്കാൻ വരുത്തിക്കരുത്, എന്നെ ചീത്ത പറയാനായിട്ട് വരുത്തിക്കരുത്. അതുകൊണ്ട് നീ അതങ്ങ് വേഗം തന്നെ നടത്തി കൊടുക്കണമെന്ന്. എൻ്റെ പ്രാർത്ഥന ഇത്രയേ ഉള്ളൂ. അത് വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നാണ്. കാരണം പറഞ്ഞത് ഈശോയാണെങ്കിൽ, പിതാവായ ദൈവം പറയുന്ന ഐ എം നോട്ട് ഹ്യൂമൻ, ഞാൻ മനുഷ്യനല്ല നുണ പറയാനെന്ന് പറയുന്നുണ്ടെങ്കിൽ, യേശുവേ ഹല്ലേ 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 ഹല്ലേ. അപ്പം ദൈവം നുണ പറയുകയില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം ഒരു കാര്യം പറഞ്ഞോ, ഒരു വാഗ്ദാനം കൊടുത്തോ, എക്സ്ട്രാ ഓർഡിനറി ഗ്രേസസ്, അത് നിറവേറ്റേണ്ട ഉത്തരവാദിത്തം എൻ്റേതല്ല. ഞാൻ ഇതിനൊരു ചാനൽ മാത്രമാണ്, അത് നിങ്ങളെ മനസ്സിലാക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ കൈ കഴുകും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ പ്രശ്നമെല്ലാം കൂടെ തലയിലേറ്റിക്കൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഇത് ഞാൻ അങ്ങോട്ട് കേൾപ്പിച്ചിട്ട് ഞാൻ കൂളായിട്ട് പോകും. ഞാൻ കൊണ്ടുവന്ന് നിങ്ങളൊരു കാര്യം, പ്രൈസ് ദി ലോർഡ്, കറണ്ട് പലരുടെയും മേത്ത് കറണ്ട് അടിക്കുന്നതായിട്ട്, പവർ ഇറങ്ങി വരുന്നതായിട്ട് അറിയാം. നിങ്ങളൊന്ന് ആമേൻ എന്നും പറഞ്ഞ് വേണമെങ്കിൽ, അത് ആരണ്ടൊക്കെ ലൈവിലുണ്ടല്ലോ 4-5 പേര്, ആമേൻ എന്നും പറഞ്ഞു നിന്നിട്ടോ. കറണ്ട് ഇങ്ങനെ പവറായിട്ട് ഇറങ്ങി വരുന്നത്. എനിക്ക് നിങ്ങളുടെ പ്രശ്നമെല്ലാം കൂടെ ഞാൻ തലയിലേറ്റിക്കൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഇത് ഒരാൾ കുരിശുമേൽ ഏറ്റിയതാണ് 2000 വർഷങ്ങൾക്ക് മുന്നേ. നിന്റെ ഭാരവും നിന്റെ വേദനയും നിന്റെ ദുഃഖവും നിന്റെ രോഗവും എല്ലാം തൻ്റെ അടിപ്പിണരുകളാൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പുറത്ത് ചാല് കീറുന്ന കണക്ക് കീറിയിരുന്നു, ചമ്മട്ടി വാറും കൊണ്ട് അടിച്ചിരുന്നു, ചോരയുറ്റിരുന്നു. ആ കീറലാണ്, മുറിപ്പെടലാണ് നിന്റെ ശക്തി. അവിടെയാണ് നിനക്ക് പ്രതീക്ഷയുള്ളത്, അവിടെയാണ് നിനക്ക് പ്രത്യാശയുള്ളത്, അവിടെയാണ് നിനക്ക് സൗഖ്യമുള്ളത്, അവിടെയാണ് നിനക്ക് വിടുതലുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ
എൻ്റെ ഇടയ്ക്ക് ഇച്ചിരി വെള്ളം കൂടെ കുടിച്ചാട്ടെ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ആത്മാവിനെ പോളിഷ് ചെയ്യാനായിട്ട്, അത് തിളങ്ങാനായിട്ട്, നക്ഷത്രം പോലെ, ചന്ദ്രൻ പോലെ, സൂര്യൻ പോലെ തിളങ്ങാൻ. ആ തിളങ്ങി കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ കാണുമ്പം നിങ്ങൾക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ പണ്ടത്തെ നിങ്ങൾ തന്നെ കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളതായിട്ട് തന്നെ എതിരെ വരുന്നവർ പറയും. ഒരു ദിവസം ഞാൻ കത്തീഡ്രൽ പള്ളി ഡൽഹിയിലാണ്, ഞാൻ 18 വർഷം ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാലോ. ആ കത്തീഡ്രൽ പള്ളിയിൽ ഇറങ്ങി വരുമ്പം കരിസ്മാറ്റിക്കിൻ്റെ ഒരു വ്യക്തി, ജോസ്ന എന്ന് പറഞ്ഞുകൊണ്ട്, ആ പുള്ളിക്കാരത്തി എൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ ഇവിടെ ധ്യാനകേന്ദ്രത്തിൽ VC-കാരുടെ ധ്യാനകേന്ദ്രം ഫരീദാബാദിൽ പറഞ്ഞതിൽ 1 മണിക്കൂർ എനിക്ക് അവരൊരു സമയം തന്നിരുന്നു കാരനെക്കുറിച്ച്, തുടക്കകാലത്താണ്. അപ്പോൾ അത് പറയാനായിട്ട് പുള്ളിക്കാരത്തിയാണ് തർജ്ജമ ചെയ്തത്. പുള്ളി തനി ഹിന്ദിക്കാരി, ഇവിടെ നമ്മുടെ കൽക്കട്ടയിലായിരുന്നു ജനിച്ചതും വളർന്നതും ഒക്കെ. മലയാളം പറയും, പക്ഷേ ഷീസ് പ്യൂർലി ഹിന്ദി. അപ്പോൾ തർജ്ജമയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങോട്ട് പള്ളിയിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പുകളുണ്ടല്ലോ, തിരുപ്പള്ളിയുടെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാം, വണ്ടിയുടെ അവിടോട്ട് പോകാനായിട്ട്, കാറിൻ്റെ അവിടെ പോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. കഴിഞ്ഞാൽ കറുത്തിരിക്കുന്ന ഞാൻ ഇങ്ങനെ തന്നെയാണല്ലോ, മാറ്റങ്ങളൊന്നുമില്ല, എത്ര മേക്കപ്പ് ഇട്ടിട്ട് മാറുന്നില്ല, അതല്ലേ കുഴപ്പം. ആൾക്കാർ പറയുന്നുണ്ട് മേക്കപ്പ് ഇടുന്നുണ്ടെന്ന്. മേക്കപ്പ് ഇടേണ്ട കാര്യം എന്താട്ടെ, നിങ്ങളെ പോലെയുള്ളവരൊക്കെ പ്രീതിപ്പെടുത്താനാണ് മേക്കപ്പ് ഇടുന്നത്. എൻ്റെ കെട്ടിയവന് ഞാൻ കറുത്തതായിട്ടിരുന്നാലും വെളുത്തതായിട്ടിരുന്നാലും പുള്ളി മാത്രം എന്നെ കർമ്മത്തിൽ നിന്ന് വിളിച്ചിട്ടില്ല, ബാക്കി എല്ലാവരും വിളിച്ചിട്ടുണ്ട്. പോട്ടെ, ഒരു സായിപ്പ്. അപ്പം അവരെന്നോട് പറയുന്നത്, ജോസഫീൻ ഞാനൊരു കാര്യം പറയട്ടെ, ജോസഫീനെ കറുത്തതാണെങ്കിൽ ഒരു റേഡിയൻസ് മുഖത്തുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അത് ദൈവകരുണയുടെ ഈശോയുടെ റേഡിയൻസ് ആണ്, അത് സത്യമാണ്. ഈ മോശ ഇറങ്ങി വരുന്ന കണ്ടപ്പം ഇസ്രായേലുകാർക്ക് നോക്കാൻ പറ്റിയില്ല, തേജസ്സുറ്റ ഒരു മുഖമായിരുന്നു. അതേ സംഭവമാണ് രൂപാന്തരീകരണത്തിന്റെ സമയത്ത് താബോർ മലയിൽ വെച്ചിട്ട് ഉണ്ടായത്, അല്ലേ? ഈശോയെ കണ്ടു, പിന്നെ ശിഷ്യന്മാർ നോക്കുമ്പോഴത്തേക്ക് ഈശോ അവിടെ ഇല്ല, തേജസ് നിൽക്കുകയാണ്, വെള്ളപ്രകാശം നിൽക്കുകയാണ്, നിത്യപ്രകാശം അതവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അവർ പറഞ്ഞു, ഇപ്പം തന്നെ ഞങ്ങളിവിടെ നിന്നും എങ്ങോട്ടേക്കും പോകുന്നില്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇരിക്കണം, നമുക്കൊരു 3 കൂടാരം ഉണ്ടാക്കിയാലോ. എലിയ പ്രവചന എലിശയൊക്കെ അല്ല കണ്ടത്, അതുകൊണ്ട് മോശനെ കണ്ടു, അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടേക്കും പോകണ്ട, ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ ഒരവസ്ഥയുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ കർത്താവും ആ ഒരു തലത്തിലേക്ക് നിത്യപ്രകാശത്തിൽ നിന്ന് ഉരുവിട്ട് വന്നതാണ്. ത്രിയേക ദൈവമാണ്, അന്തസത്തയാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഈ മിസ്റ്ററിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കർത്താവ് നിത്യപ്രകാശം, ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പറയുന്നത്. എന്നാൽ ഞാൻ പറയും നിത്യപ്രകാശത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ രൂപാന്തരീകരണമൊക്കെ ഇങ്ങനെ നടന്നത്. ചിലർക്ക് മാത്രമേ അത് 3 പേരെ മാത്രമേ കൂട്ടിക്കൊണ്ട് പോയല്ലോ ഈശോ, കാരണം അവർ ആ തലത്തിലേക്ക് വന്നതുകൊണ്ടാണ്. അപ്പം നീ പ്രാർത്ഥിക്കുന്നത് വേറെ ആർക്കും വേണ്ടിയിട്ടല്ല, എൻ്റെ പൊന്ന് സഹോദരി സഹോദര, എൻ്റെ മകനെ, നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ ആത്മാവിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു തലത്തിലേക്ക്, ഒരു മനുഷ്യന്റെ തലമല്ല, ക്രിസ്തു തലത്തിലേക്ക്, ഒരു ക്രൈസ്റ്റ് സ്പിരിറ്റ് നിങ്ങളുടെ അകത്ത്, ക്രിസ്തുവിൻ്റെ അരൂപി, ക്രിസ്തു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു, ഇപ്പം ഇതൊക്കെ ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, ജീവിതം നമ്മൾ ഈ ഭൂമി ജീവിക്കുകയാണ്, വല്ലതും തിന്നണ്ടേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടേ. അപ്പം അതൊക്കെ വേണ്ടുന്നത് നമുക്ക് അത്യാവശ്യമാണ്, അതൊക്കെ കൊടുക്കാനായിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അത് നമുക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് വേണ്ടാന്ന് ദൈവം ഒരിക്കലും പറയുന്നില്ല, അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷെ റൂട്ടൊന്ന് മാറി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ഈ ഫീൽ ഗുഡ് ആറ്റിറ്റ്യൂഡാണ്, അയ്യോ അങ്ങോട്ടേക്ക് തമ്പേറടിയും പാട്ടും ബഹളം. ചിലരുടെ വിചാരം പാട്ടും ബഹളവും ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരത്തില്ല. 1. രണ്ടാമത്തെ കാര്യം എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചില ആൾക്കാരുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ, ചില TV-യിൽ ഞാൻ പരസ്യം കണ്ട്, ഈ പാസ്റ്ററിൻ്റെ ഒരു പ്രോഗ്രാം 15,000 രൂപയാണ് ഒരു എപ്പിസോഡ്, അല്ലേ? അപ്പം ആ എപ്പിസോഡ് 15,000 രൂപയാണ്. നിങ്ങളത് കൊടുത്താൽ ഉടനെ തന്നെ 20 കോടിയുടെ ലോട്ടറി അടിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നടക്കും. ധാരാളം പേര് സാക്ഷ്യം പറഞ്ഞു. ഇതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ദാറ്റ് ഷുഡ് നോട്ട് ബി യുവർ മെയിൻ ഫോക്കസ്. അത് മാത്രമാകരുത് നിങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ആ ഫോക്കസ് ക്രിസ്തു ആയിരിക്കണം. യു മസ്റ്റ് ബി ഓൾവേസ് ലുക്കിംഗ് അപ്വേർഡ്സ്. നിങ്ങൾ എപ്പോഴും മുന്നിൽ ഈശോ ആയിരിക്കണം. ആ ഈശോയിലോട്ട് നടന്നു പോയി ഒന്നാകാൻ നിങ്ങൾ നോക്കണം. അപ്പോൾ ആ ക്രിസ്തു ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറട്ടെ, ക്രിസ്തുവിനെ നമ്മൾ ധരിക്കണം.
അകത്തല്ല. നമ്മൾ ക്രിസ്തുവിനെ എടുത്ത് ധരിക്കുമ്പം നമ്മളെ കാണുന്നവർ പറയും ദേ ക്രിസ്തുവിനെ കാണുന്നത് പോലെയുണ്ട്, അല്ലെ അവളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അവൻ്റെ പ്രവർത്തനം, അവരുടെ പറച്ചിൽ കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്, ഒരു സമാധാനം കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ആ ക്രിസ്തുവിനെ ധരിക്കുന്നത് കൊണ്ടാണ്. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മളെ കാണുന്നത് ഒരു ക്രിസ്തുവിനെയാണ് നമ്മളിൽ കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലോഹമൊക്കെ ഇട്ട് കണ്ണ് നീല കണ്ണുമായി കുറേ മുടിയൊക്കെ ചുരുണ്ട മുടിയായിട്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് നമ്മൾക്കുണ്ടാകും. ഇപ്പം പുതിയ ന്യൂ ഏജ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ചാൽ നാളെ ഉത്തരം കിട്ടിയിരിക്കണം. പക്ഷെ ആ ഉത്തരത്തിനും നിന്റെ പ്രാർത്ഥനയ്ക്കും ഇടയ്ക്ക് നിന്നെ ദൈവം ഒരു ഡയമണ്ടിനെ ചെത്തി ശരിപ്പെടുത്തി, ഡയമണ്ടിന് എത്ര കട്ടുണ്ടോ അത്രയും കട്ടുകൾ ഉള്ളപ്പോഴാണ് അത് ബ്രില്യൻ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് 4 വശത്തേക്ക് മേളിലോട്ടും താഴോട്ടും അല്ല അതിൻ്റെ ലൈറ്റ് പോകുന്നത്. 3-4 കട്ടുള്ളെങ്കിൽ റിഫ്ലക്ഷൻ വളരെ കുറവായിരിക്കും. നിങ്ങൾ ആലോചിക്കണം സഹോദര സഹോദരി, നീ ഇന്ന് അനുഭവിക്കുന്ന നിന്റെ ഓരോ പ്രശ്നങ്ങളും ക്രിസ്തുവിലേക്ക് നിന്നെ അടുപ്പിക്കാനുള്ള ഒരു മാർഗത്തിനകത്ത് നിന്റെ മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, കട്ട് ചെത്തിക്കൊണ്ടിരിക്കുക. ആ ചെത്തുന്നിടത്തെല്ലാം നിന്ന് പ്രകാശം പുറത്തേക്ക് ഇറങ്ങി വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എനിക്ക് നിങ്ങളെയൊക്കെ കണ്ട് നേരിട്ടൊന്ന് പറഞ്ഞ് ഒരു കൂട്ടായ്മയിലിരുന്ന് ഒരു 1-on-1 ടോക്കൊക്കെ ചെയ്യണം എന്നുള്ളത് എന്തൊരാഗ്രഹമാണെന്ന് നിങ്ങൾക്കറിയാവോ? പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇറങ്ങി നിൽക്കണം. അപ്പൊ ക്രിസ്തുവിലേക്കുള്ള വഴിയിൽ ക്രിസ്തുവിനെ പ്രാപിക്കുന്ന നിനക്ക് എത്ര ദിവസം വേണ്ടി ജീവിക്കാനുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഞാനും എപ്പോഴും പറയാം, ഞാൻ ഇപ്പം എൻ്റെ കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന അവസ്ഥയും ഞാനും ജീവിച്ചെത്ര ജീവിക്കണ്ടല്ലോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും. അപ്പം ഇനി എത്ര നേരമുണ്ട്? നാളെയാണോ മറ്റന്നാളാണോ അടുത്ത വർഷമാണോ 10 വർഷം കഴിഞ്ഞാൽ നമുക്കൊരു വിവരമില്ല. അപ്പം ആ ക്രിസ്തുവിൽ എത്തിപ്പെടുന്നത് വരെ ആ ലക്ഷ്യസ്ഥാനം ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ എത്തിപ്പെടുന്നത് വരെ നമ്മൾക്കുണ്ടാകുന്ന ഈ കട്ടുകളാണ് ഈ വേദനകൾ, കട്ടുകളാണ് ഈ കടബാധ്യത, കട്ടുകളാണ് ഈ ക്യാൻസർ, കട്ടുകളാണ് പോളിഷ് ചെയ്യലാണ് ഈ വേദന, ഈ ദുരിതം, ഈ മരണത്തിൻ്റെ ദുഃഖം, വേർപാടിൻ്റെ ദുഃഖം, രോഗാവസ്ഥ, ഇല്ലായ്മയുടെ അവസ്ഥ, നമ്മളെ ആരും മനസ്സിലാക്കാതെ പോകുന്നതിൻ്റെ അവസ്ഥ. ഇതെല്ലാം ഓരോ കട്ടുകളാണ്. ഈ കട്ടെല്ലാം കെട്ടിക്കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് ഒരു ദിവസം നിൽക്കുമ്പം മനുഷ്യന്മാർ നമ്മളെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. എത്ര പ്രാവശ്യം ഞാൻ കണ്ടിരിക്കുന്നതെന്ന് അറിയാം. എന്നെ കാണാൻ കൊള്ളില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ പറയുന്നതല്ല, എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചുറ്റിയും കൊണ്ട് അടിച്ചടിച്ച് കയറ്റി വെച്ചിരിക്കുന്ന ചെറുപ്പം മുതലേ എൻ്റെ അമ്മ പറഞ്ഞത് ഞാൻ പറഞ്ഞു, എന്നെ കാണാൻ ഇച്ചിരെങ്കിലും കൊള്ളുമായിരുന്നു, ഇതിനോടകം വല്ലവനും പ്രേമിച്ചെങ്കിലും ഇറക്കി കൊണ്ടുപോയെന്ന് പറഞ്ഞ പെറ്റ തള്ള പറയുമ്പം ആ ഇച്ചിരെ എന്നുള്ള അഡ്ജക്റ്റീവിന് ഒരു കടാരയുടെ കുത്തേക്കുന്ന വേദന എനിക്ക് തരാൻ കഴിഞ്ഞിരുന്നു പ്രിയ മക്കളെ. അതുകൊണ്ട് അതങ്ങനെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ വല്ല ഡയാന രാജകുമാരിയുടെ പോലെ എൻ്റെ മുഖമാക്കാൻ നോക്കി അതിപ്പോൾ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അത് അപ്പോഴത്തേക്ക് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു ദിവസം ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കാറിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ വീട്ടിലോട്ട് വരും. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ നാട്ടിലെ പള്ളികൾ മാതിരിയല്ല, ഇവിടെ ഗോപുരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് അവിടെ പറയുന്നത്, നോസ്ട്രദാം. ആ പള്ളികളൊക്കെ ഗോപുരങ്ങൾ എത്ര കിലോമീറ്റർ അകത്തുനിന്ന് നമ്മൾ വരുമ്പോൾ കാണാം. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഇരിക്കുമ്പം പിതാവിനും പുത്രനും, കാരണം അതിനകത്തുള്ള അൾത്താരയിലിരിക്കുന്ന ഈശോയെ ഞാൻ വണങ്ങിക്കൊണ്ടാണ് വരുന്നത്. കാരണം ഈശോ സക്രാരി, ഏത് പള്ളിക്കും സക്രാരി ഉണ്ടല്ലോ. അപ്പോൾ സക്രാരിയിൽ ഈശോ അടങ്ങിയിരിക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ അതിനകത്ത് നമ്മൾ അറിയുന്നുണ്ടാവില്ല, അതിനകത്ത് ചിലപ്പം വല്ല കുർബാനയും നടന്നുകൊണ്ടിരിക്കുക. അപ്പം സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ഡയറി കൂടെ പുള്ളി ഒരു ദിവസം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ഒരു പള്ളിയുടെ മുൻവശത്ത് കൂറ്റൻ ആകൃതിയിൽ നമ്മുടെ വിശുദ്ധ മിഖായിൽ നിൽക്കുന്നു കാത്തും കൊണ്ട്. അങ്ങനെ പല പള്ളികളുടെ മുൻവശത്ത് ഈ വിശുദ്ധ മിഖായിൽ നിൽക്കുന്നതായിട്ട് സെയിൻറ്റ് ഫൗസ്റ്റീന യാത്രയിൽ കണ്ടിട്ടുണ്ടെന്നുള്ള അവരുടെ ഡയറിയിൽ അവർ എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്കറിയാം, ഒരു പള്ളി കണ്ടാൽ, പള്ളിയുടെ ഗോപുരം കണ്ട പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അത് പറയും, പരിശുദ്ധ പരമ ദിവ്യാനന്ദ ഇങ്ങനെ പറയും. ഒന്നിലേയും കൈ കൊണ്ട് ഇത് വരയ്ക്കും. അപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ജോ നീ ഇങ്ങനെ പിന്നെ കുരിശ് വരയ്ക്കാൻ തുടങ്ങിയിട്ട് നിന്റെ കൈക്ക് അടങ്ങിയിരിക്കാൻ സമയം കാണില്ല. ഇവിടെ 4 കിലോമീറ്ററിനകത്ത് 4 പള്ളികളായിരിക്കുന്നത്. ലെഫ്റ്റും റൈറ്റും നമ്മൾ നോക്കിയാൽ ധാരാളം പള്ളികളുണ്ട്. ക്രിസ്ത്യാനികൾ കുറഞ്ഞുകൊണ്ട് വരികയാണ്, വിശ്വാസം കുറഞ്ഞുകൊണ്ട് വരികയാണ്. പക്ഷെ പള്ളികൾക്ക് കുഴപ്പമൊന്നുമില്ല. പണ്ട് പുരാതന കാലം ഇതൊരു കാതലിക് ഇതാണല്ലോ.
തലകറക്കം എന്ന അസുഖം ഒരു 3.25 വർഷമായിട്ട് എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും പിടിച്ചണ്ടല്ലാതെ എഴുന്നേക്കാനും ഇരിക്കാനും പറ്റാത്ത ഒരു വ്യക്തിയെ ഈ ടോക്ക് കേട്ടോണ്ടിരിക്കുമ്പോൾ കർത്താവ് പരിപൂർണ സൗഖ്യം നൽകുന്നതായിട്ട് എനിക്ക് സന്ദേശം കിട്ടുന്നുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഏറ്റെടുക്കുക, കമൻറ്റിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അങ്ങനെയൊക്കെ കമൻറ്റ് പറഞ്ഞിട്ടൊന്നും ആരും ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാലിൻ്റെ വേദന, ഉപ്പുറ്റി വേദന, നടുവേദന എന്നൊക്കെ പറഞ്ഞ് പലതും പറഞ്ഞിരുന്നു. അങ്ങനെ അത് കിട്ടിയതായിട്ട് അവർ ആ ഒറിജിനൽ ആർക്ക് വേണ്ടി ദൈവം പറഞ്ഞു അവർ കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ ആൾക്കാർക്ക് ഇങ്ങനെ കമൻറ്റ് ഇടണമെന്നുള്ള താല്പര്യമൊന്നും കണ്ട, അതവിടെ നിൽക്കട്ടെ. അപ്പം നിങ്ങൾ വിചാരിക്കണം, നിങ്ങളിപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, നിങ്ങളുടെ ഡെസ്റ്റിനേഷനാണ്. നിങ്ങൾക്കൊരു നന്മ വേണം, ഒരു വീട് വേണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവരെ ഒരു സ്ഥിതിയിലാക്കണം, മക്കളുടെ കല്യാണം നടത്തണം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ല, ഭർത്താവും ഭാര്യയും പിണങ്ങി നിൽക്കുകയാണ്, അവർ തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം, ഒന്നാകണം വീണ്ടും, ദൈവം അത് പ്രവർത്തിക്കും. ഇതിലേക്കുള്ള നടന്നു വരവില്, ഇതിലേക്കുള്ള ജേർണിയിൽ നിങ്ങൾ ക്രിസ്തു നിൽക്കുന്നിടത്ത് ക്രിസ്തുവിൽ കൂടെയല്ലേ നിങ്ങൾക്കിത് പ്രാപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ക്രിസ്തു നിൽക്കുന്നിടത്തോട്ട് നിങ്ങൾ നടന്നു പോകുമ്പം കിട്ടുന്ന ഈ അടികളെല്ലാം നിന്നെ മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റുകയാണ്. എന്നാലും ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സത്യമായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ അനുഭവങ്ങളില്ലാത്ത ഒരാളും ദൈവത്തെ പ്രാപിക്കാൻ പോകുന്നില്ല. ഞാൻ പ്രാപിച്ചു. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്? ഞാൻ പ്രാപിച്ചതുകൊണ്ടാണ് പറയണത്. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ കടന്നുപോയ ദുഃഖങ്ങൾ, അവഗണിക്കപ്പെടല്, ത്യജിക്കപ്പെടല്, കുത്തുവാക്ക് പറയല്, സഹിച്ച സഹനങ്ങള് എന്താണെന്ന് ഊഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത് കേട്ടോ പ്രിയമക്കളെ. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല ഞാൻ ഏതിൽ കൂടിയാണ് കടന്നു വന്നെന്ന്. അതിൽ കൂടെ കടന്നു വന്ന് എനിക്ക് ദൈവം ലൗകികമായ എല്ലാ സമൃദ്ധിയും തന്നു എന്നുള്ളത് കൂടാണ്ട് ത്രിയേക ദൈവം എന്നോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആനയിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം എന്നെ എനിക്കിപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയാനുണ്ടോ? അന്ന് ഞാൻ വേണ്ടുന്ന കൊടുത്തിട്ടുണ്ട്, ഈശോയ്ക്കും കൊടുത്ത. ഈശോ ആണ് ദൈവമാണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പറയും ഞാൻ എങ്ങനെ പറഞ്ഞുകൊണ്ട് 100 കണക്കിന് ആൾക്കാരുടെ ക്ലാസ് പറഞ്ഞത് തന്നെ. ഞാൻ പറയാം, മേളിലെങ്ങാനും പാവക്കൂത്ത് കളിപ്പിക്കുന്ന നമുക്ക് ചരടും പിടിച്ച് വലിച്ചുകൊണ്ട് നീ അവിടെ സ്വർഗത്തിലിരിക്കുക, എന്നെ വിട്ടിട്ട് കളിപ്പിക്കുകയല്ലേ. ഇതേ മേളി വന്ന് 2 പറഞ്ഞിട്ട് വരാമെന്നുണ്ടെങ്കിൽ അടിക്കുന്നൊന്നും പറഞ്ഞില്ല. തമ്പുരാനെ അടിക്കാമെന്ന് പറയാൻ എനിക്ക് അത്രയ്ക്ക് പറ്റിയിരുന്നില്ല. മേളി വന്ന് സ്വർഗത്തിൽ വരാൻ വഴി അറിയാവുന്നതാണ്, അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചും വരണമല്ലോ. അറിയാമായിരുന്നെങ്കിൽ ഇതേ 2 ഞാൻ വന്ന് പറഞ്ഞിട്ടേ പോരുകൊള്ളായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തമ്പുരാൻ അവിടെ ഇരുന്ന് തിരിച്ച് നീ ഇതെല്ലാം പറഞ്ഞില്ല, നിന്നെ പിടിച്ചിട്ടുണ്ട്, നിനക്ക് പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നെ കൊണ്ട് നിന്നെ ഈ കളിപ്പേരെല്ലാം കളിക്കുന്നത്. വല്ല ആവശ്യമുള്ളതാണ് ആൾക്കാരെന്നെ ചീത്ത വിളിക്കുന്ന, ആവശ്യമില്ലാത്ത കാര്യം പറയുന്ന ഒരു കാര്യമില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ ദൈവത്തെ പോലെ ചിന്തിക്കുമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം എന്നെക്കുറിച്ച് ഒരു ലേഡി, ഒരു ഡെയ്സി ഫിലിപ്പ് എന്ന് പറഞ്ഞ ആൾ അവിടെ ചിക്കാഗോയിലും കണ്ടുവച്ചുള്ള അനുഭവം 16 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അമേരിക്ക പോയപ്പോൾ ഒരു നടന്ന സംഭവം അവരോർത്തിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ യാദൃശ്യമായിട്ട് കണ്ടെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ വിളിച്ച് പറഞ്ഞല്ല. അപ്പോൾ അവരതിനകത്ത് അതിൻ്റെ ഒരു കമൻ്റ് ഇട്ടത്, നിങ്ങൾ നോക്കുക, സിസ്റ്റർ സഹോദരിയുടെ ടോക്ക് കണ്ടിട്ട് ഒരു അമ്പലത്തിലെ, അതായത് ഹിന്ദുമത വിശ്വാസികളുടെ പ്രാർത്ഥനാ റൂമിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ അവിടെ കുറേ ഓരോരുത്തരുടെ, അവർക്ക് 33 ദൈവങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ കുറേ പേരുടെ എല്ലാം അവിടെ പ്രതിമകളോ എന്താ പറയുക പടങ്ങളോ വല്ലതും ഒക്കെ വിളഞ്ഞ. എൻ്റെ സഹോദരി, ഞാൻ അവർക്കൊരു മെസ്സേജ് ഇട്ടത്, കമൻ്റ് ചെയ്തത് നല്ല, ഒരാൾക്കൊരു കമൻ്റ് ചെയ്യാനുള്ള അഭിപ്രായമുണ്ടല്ലോ. അപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവരുടെ വീട്ടിൽ ഭിത്തിയിലൊക്കെ തന്നെത്താനെ ഏതാണ്ടൊക്കെ എഴുതിയൊക്കെ, ഞാൻ എന്താ പറയുക അവരുടെ വീട്ടിൽ പോയിട്ടില്ല, എഴുതിയൊക്കെ വന്നതും പരിശുദ്ധാത്മാവിൻ്റെ പടം അവിടെ തന്നെ പതിഞ്ഞിരുന്നതൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് പുള്ളി പറയുന്നത്. ഇന്നത്തെ പ്രാവശ്യം വരുമ്പം ജോസ്മിനെ ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആരുടെയും വീട്ടിൽ കൂടെ പോകുന്ന ഒരു പരിപാടിയില്ല. എനിക്കതിന് ശുശ്രൂഷയ്ക്ക് ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയാൽ വീട്ടിൽ പോകുന്ന തിരിച്ചു വരില്ല. അവിടെ പോയി കിടക്കുക, തിന്നുക, കുടിക്കുക, ഇതൊന്നും എൻ്റെ ഒരു രീതിയിൽ പെട്ടല്ല. കാരണം ഒന്നാമത് ഞാൻ കേരളത്തിലെ രീതിയിലുള്ള എരിവുള്ള ആഹാരമൊന്നും ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല. ആകെ ഒരു നേരമേ ആഹാരം കഴിക്കുന്നുള്ളൂ. അത് വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. അത് ഈ ആത്മീയ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. പിന്നെ ഹെൽത്തിന് അത് നല്ലതാണെന്ന് തന്നെ തോന്നി. അപ്പോൾ ഏതായാലും കൊള്ളാം, ഞാനൊരു കാര്യം പറയട്ടെ. അപ്പം ഞാൻ അവർക്ക് മറുപടി ഇട്ടത്, ദൈവം അവരുമായിട്ട് ഡീല് ചെയ്യട്ടെ, അല്ലാതെ അവര് നല്ലതെന്ന് കരുതി അവര് സ്നേഹിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കുറേ പേരുടെയൊക്കെ ചിത്രങ്ങളാണ് അതിനകത്ത് വെച്ചത്.
നിനക്കത് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ ഉൾക്കൊള്ളുക, അല്ലെ അവരെ അവരുടെ ഫ്രീഡത്തിന് നിങ്ങൾ വിടുക. അവരെന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരത് ചെയ്തോട്ടെ, നമുക്കതിനകത്ത് എന്ത് പറയാനാണ്. എന്നിട്ട് അവർ ഒരു കാര്യം കൂടെ പറഞ്ഞു, അവരത്രയും അവർ പറയുന്നത് ഇതൊക്കെ വിശുദ്ധിയില്ലാത്ത വസ്തുക്കളാണ് എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞത്. ഇങ്ങനെ മൂർത്തികളെ മാതിരി അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു, അവർ തിരിഞ്ഞിരിക്കുന്നു, പുറം കാണിക്കുന്നു, ഹിന്ദുക്കളാണെ അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ അച്ഛന്മാർ ഒരാൾ പോലും സക്രാരിയിൽ ഈശോ എഴുന്നള്ളി ഇരിക്കുന്നുണ്ട്. ഒരു സമയം മാത്രമേ അവർ സക്രാരി തുറന്ന് സാക്രമെന്റൽ ഹോസ്റ്റ് എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വരുന്നുള്ളൂ. ആ സമയം ഇപ്പം സീറോ മലബാറുകാർ കുറേ അച്ഛന്മാർ പറയുന്നു അങ്ങോട്ട് തിരിഞ്ഞു നിന്ന്. പണ്ട് കാലത്ത് അങ്ങനെ ഉള്ളായിരുന്നു, നമ്മളിങ്ങനെ കൈയൊക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എല്ലാവർക്കും അവനവൻ്റെ ഫ്രീഡം കൊടുക്കുക. അത് ദൈവത്തിൻ്റെ ഒരു ചിന്തയാണ്. ഇപ്പം ദൈവം ഈശോമിശ ആരോടെങ്കിലും പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി മരിച്ചല്ലോ, എന്തോരടി അവരെല്ലാം കൂടെ എന്നെ അടിച്ചത്, എൻ്റെ തലയിൽ എന്തുമാത്രം മുള്ള 39 ചാട്ടവാറടിയാണ് ഈശോയ്ക്ക് കിട്ടുക, എന്തോരം മുള്ള കുത്തിക്കൊണ്ട്, നിനക്ക് വേണ്ടി അല്ലായിരുന്നു അവിടെ നീ എന്നെ പുറംതിരിഞ്ഞ് നടക്കുന്ന, അവാ നീ തിരിച്ച് വാല്ലേ, ഞാൻ അങ്ങനെ ചെയ്യും അങ്ങനെ ഈശോ പറഞ്ഞായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുന്നേ ഈശോ ഇത് സഹിച്ചെങ്കിലും ഇന്നും ക്രിസ്ത്യാനികളാകാത്തവരും യേശു എന്ന നാമം കേൾക്കാത്ത എത്രയോ പേരുണ്ട്. നീ ഞാനും ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി നമുക്ക് മധ്യസ്ഥം ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള, അല്ല നമ്മൾ ഈ കൂടുതൽ ഈ ക്രിറ്റിസിസം എന്നുള്ളത് മലയാളികൾ, ഞാൻ പറഞ്ഞില്ല, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇങ്ങനെ നിൽക്കും ഒരാൾ, അറിയാമല്ലോ ആരാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ പുള്ളികളുടെ സ്വഭാവമാണ് നമുക്ക് പലർക്കും. പ്രതികരിക്കണം, അവരെ കുത്തി കൊലപ്പെടുത്തണം, അവരെ കടാരം കൊണ്ട് കുത്തണം, അവരെ കുന്തം കൊണ്ട് കുത്തി അവരിത് നമുക്ക് അവരെ വെറുതെ, അത് ക്രൈസ്റ്റ് സ്പിരിറ്റാണ്. എല്ലാത്തിനും നമ്മൾ അങ്ങോട്ട് കമൻറ്റ് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കമൻറ്റ് ചിന്തിക്കാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു കാര്യം കണ്ട് ഇപ്പം ദാനിയേലച്ചൻ അവിടെ പിന്നെ ഓസ്തി മറച്ചു വെച്ചു എന്ന് പറയുന്ന അരളിക്കയിൽ, അതിനെക്കുറിച്ച് എനിക്ക് നല്ല ചോദ്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പോൾ അതേ ഒരാൾ എനിക്കൊരു മെസ്സേജ് ഇട്ട് തന്നിരിക്കുന്നു, വീഡിയോയിൽ കണ്ടതാണ്. ദാനിയേലച്ചൻ ഇന്നലെ ഭയങ്കര അത്ഭുതകരമാവണ്ണം ദൈവം പാലത്തുനിന്ന് വീഴുന്ന കണ്ട് തലയും കുത്തി നിൽക്കുന്ന കാറിനകത്തുനിന്ന് കാർ വെട്ടിപ്പൊളിച്ച് അച്ഛനെ പുറത്തെടുത്തത്. ദൈവിക സംരക്ഷണമാണ് അവിടെ നടന്നത്. അപ്പം ചില ആൾക്കാർ പറയും ജോസ്മിനെ പ്രാഗീത, അന്ന് എൻ്റെ ദൈവമേ, ഒരു പുരോഹിതൻ തൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് ഒഴിഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും വരണമെന്ന് ഞാൻ പ്രാഗിയ, എൻ്റെ അവസ്ഥ പിന്നെ എന്തായിരിക്കും എന്നും കണ്ടിട്ട് അങ്ങനെ നമുക്കൊന്ന് വരുന്ന ഉടനെ ഒരടി അവർക്ക് കിട്ടണം, അവരെന്നെ ഇങ്ങനെ പ്രവർത്തിച്ച് ദൈവം അവർക്ക്. ഈ വക ചിന്തകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത്, ഈ അനുഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് നിന്റെ മുഖം ചിസൽ ചെയ്ത് ക്രിസ്തുവിൻ്റെ രൂപമാക്കി എക്സ്പ്ലോഡ് ചെയ്യുന്ന രീതിയിലുള്ള ബ്രില്യൻസ് നിന്റെ മുഖത്തുനിന്ന് പുറപ്പെട്ടു വരും. സമ്മതമാണോ അതിന്? അടികൊള്ളാൻ തയ്യാറാണോ? ചിസൽ ചെയ്യുമ്പോൾ വേദനയ്ക്കും. ഒരു മരക്കട്ടി കിട്ടിയാൽ ഒരു ഹിന്ദു സൂര്യ ടെമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? സൂര്യ ടെമ്പിൾ മുഴുവനും ഇങ്ങനെ കല്ലിനകത്ത് കൊത്തുപണിത്. ഞാൻ അവിടെ പോയില്ല, പക്ഷെ അതിൻ്റെ റെപ്ലിക്ക ഞാൻ നേപ്പാളിൽ അങ്ങോട്ട് പോയപ്പോൾ ഒരു ദിവസം കണ്ടിരുന്നു. അത് ഹിന്ദു ഈ 33 കോടി ദൈവങ്ങളുടെ പല അതുപോലെ തന്നെ സെക്ഷൽ പൊസിഷൻസും കാര്യങ്ങളും എല്ലാം ചിസൽ ചെയ്താണ് വെച്ചിരിക്കുന്നത്. ആ രൂപം വരണമെങ്കിൽ അതൊരു മനുഷ്യ ശരീരമാണെങ്കിൽ ആയി മാറണമെങ്കിൽ ഒരു പാറ ഒരു മനുഷ്യ ശരീരമോ മൃഗശരീരമോ ആയി അവിടെ കൊത്തിവെച്ചിരിക്കുന്നതിനെ കണ്ടതിൻ്റെ ബാക്കിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആയിട്ട് വരണമെങ്കിൽ ആ പാറയ്ക്ക് എന്തോരം നോവാൻ പറ്റുമായിരുന്നേ, പാറയ്ക്ക് എന്തോരം നോണമായിരുന്നു അല്ലേ, വേദന ഉണ്ടാകണമായിരുന്നു. പക്ഷെ അതെല്ലാം കൂടെ ഒരു നല്ല ബ്യൂട്ടിഫുൾ, ഞാൻ ആ കലയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ അതിൻ്റെ എസൻസിനെ കുറിച്ചല്ല. ആ ഒരു ബ്യൂട്ടിഫുൾ ഫോം, ഹ്യൂമൻ ഫോമായിട്ട് അല്ലെ ഒരു ആനിമൽ ഫോമായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പം സഹോദര, എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്, നീ അങ്ങനെ ഒരു ചിസലിങ് നിന്റെ ജീവിതത്തിൽ നടക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ മുറിവുകളെല്ലാം തിരുമുറിവുകളാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ ഈ ദുഃഖവും വേദനയും രോഗങ്ങളും ക്യാൻസറും ടെർമിനൽ ഇൽനെസ്സും പിള്ളേർ നശിച്ചു പോയതും നിങ്ങളെ സ്നേഹിക്കാൻ ആരുമില്ലാത്തതും പ്രസവിച്ച മക്കള് പിന്നെ നിങ്ങളെ നോക്കാണ്ടായതും നമ്മളെ അമ്മമാർക്ക് ചെയ്തു കൊടുക്കുന്നു, അവർ നമ്മളെ നോക്കാതെ ഇരിക്കുന്നതും. എൻ്റെ ദൈവമേ, നിങ്ങളുടെ ഹൃദയം എന്താ പറയുന്ന ഒരു ഉരുക്കുന്ന ഒരു വോൾക്കാനോയാണ്, ഒരു അഗ്നിപർവ്വതമാണ് നിങ്ങളുടെ ഹൃദയം. അതിനകത്ത് മുഴുവനും ഉരുകുന്ന വേദനയാണ്. നമുക്ക് ഈശോയ്ക്ക് ഒന്ന് സമർപ്പിക്കാം ഇന്നത്തെ ദിവസം, ഈ രാത്രിയിൽ. നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. നിങ്ങളെ എന്തോരം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും എന്തുമാത്രം എൻ്റെ ക്ലാസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കുറച്ച് നമ്പർ ഓഫ് ആൾക്കാർ ഈ പാതിരാത്രിക്ക്, നിങ്ങളുടെ അവിടെ ഇപ്പോൾ പാതിരാത്രിയൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ, ഇവിടെ ഇപ്പോൾ 20 സംതിങ് ആയിട്ടുണ്ട്, 20 ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
നിങ്ങൾക്ക് ഒത്തിരി സമയം ആയിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളിത് കേൾക്കാനായിട്ടിരിക്കുന്ന ദൈവത്തിന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോ, ഞാൻ നിങ്ങളുടെ മേളിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോയെ, ഈ മക്കളെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇനി കേൾക്കാനിരിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാരെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ദൈവമേ, നീ ഇപ്പം അവരെ ചിസൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ അല്ല, വൃതാവിലല്ല, നിന്നെ പോലെ ആകാൻ വേണ്ടിയാണ് ഈശോയെ. ഞങ്ങൾക്ക് നീ മറ്റൊരു ക്രിസ്തുവായി മാറാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷേ ചമ്മട്ടിയടിയാക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ഈശോയെ. ഞങ്ങൾ വെറും പാവപ്പെട്ട മനുഷ്യരല്ല, ഞങ്ങൾക്ക് സഹിക്കാനായിട്ടുള്ള പരിമിതിയുണ്ട് ഈശോയെ. ഞങ്ങളുടെ ദുഃഖങ്ങൾ അതിഭീകരമാണ് ഈശോയെ. ഞങ്ങളുടെ സഹനങ്ങൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും അധികമാണെന്ന് ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഈശോയെ. എന്നാൽ ഞങ്ങളുടെ സന്തോഷപൂർവ്വം ഇത് അങ്ങാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. എൻ്റെ തലയിലെ മുടികളെല്ലാം എണ്ണിയിരിക്കുന്നു. അതിലൊന്നു പോലും അങ്ങയുടെ അനുവാദമോ അങ്ങയുടെ അറിവോ കൂടാണ്ട് താഴെ വീഴില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈശോയെ. അതുകൊണ്ട് ഈ ചിസലിങ് വെട്ടി പാകപ്പെടുത്തുന്നതിനോട് ഞാൻ ചേരുന്നു ഈശോയെ. ഇന്ന് ഞാനതെല്ലാം അങ്ങ് അനുവദിച്ചിട്ട് തന്നെ, അല്ലാണ്ട് ഒരു പിശാചിനും എന്നെ തൊടാൻ അധികാരമില്ല. കാരണം അങ്ങ് അനുവദിച്ചല്ലാതെ ആർക്കും എന്നെ തൊടാൻ പറ്റത്തില്ല, ഒരു പിശാചിനും. കാരണം എത്ര പിശാചുകൾ എൻ്റെ കൂട്ടത്തിലുണ്ടോ അതിൽ 100 ഇരട്ടി മാലാഖമാരെ അങ്ങ് എനിക്ക് കാവലായിട്ട് തന്നിട്ടുണ്ടെന്ന്. കർത്താവേ, ഈ ചിസലിങ് എന്നെ മറുരൂപമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റണമേ. എന്നെ മറ്റൊരു ക്രിസ്തുവാക്കി മാറ്റണമേ. ഈ ഒരു നോമ്പ് കാലത്തിൻ്റെ ഈ അവസാന ദിവസങ്ങളിൽ കർത്താവെ, ഞാൻ അങ്ങേക്ക് എൻ്റെ ജീവിതത്തെ, എൻ്റെ ജീവനെ, എൻ്റെ സർവത്തിനെ സമർപ്പിക്കുന്നു. എൻ്റെ മകളെ, മകനെ, ഭാര്യയെ, ഭർത്താവിനെ, കുഞ്ഞുങ്ങളെ, എൻ്റെ പാപ അവസ്ഥയെ സമർപ്പിക്കുന്ന കർത്താവെ. ഞാൻ പലപ്പോഴും വിചാരിക്കും ഈശോയെ, എനിക്ക് ഇതിനകത്തു നിന്നൊന്ന് വിടുതൽ വേണമെന്ന്. ഞാനതിനെ ഒത്തിരി ശ്രമിച്ചു. നിനക്കും അറിയാലോ ഈശോയെ, ഞാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല ഈശോയെ. ഇന്ന് ഇത് അങ്ങേ കണ്ടുപിടിക്കാനുള്ള ഒരു ചിസലിങ് വർക്കായിട്ട് എന്നെ തിളങ്ങാനായിട്ട് അങ്ങ് എന്നെ ചിസൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉരച്ചുകൊണ്ടിരിക്കുകയാണ്, പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈശോയെ, ഞാൻ തിളങ്ങും. ഞാൻ അങ്ങ് ഉദ്ദേശിക്കുന്ന അവിടം വരെ ഞാൻ വരും ഈശോയെ. അങ്ങേക്ക് എന്നെ വിശ്വസിക്കാം കേട്ടോ ഈശോയെ. ഞാൻ അങ്ങനെ തന്നെയാകും. അങ്ങ് ആത്മാവിൽ എന്നെ എന്തുമാത്രം ഉയർത്താനായിട്ട് ആഗ്രഹിക്കുന്നോ അത്രയും തന്നെ ഞാൻ ഉയരും. ഞാൻ അങ്ങേക്ക് വാഗ്ദാനം തരട്ടെ ഈശോയെ. അങ്ങ് എൻ്റെ കയ്യിൽ പിടിച്ചോ, ഞാൻ വാഗ്ദാനം തരാം ഈശോയെ. അങ്ങ് എന്നെ വിളിച്ച വിളി ഞാൻ ജീവിക്കും ഈശോയെ. അങ്ങ് എന്നെ വിളിച്ച വിളി മറ്റുള്ളവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഞാൻ ജീവിക്കും ഈശോയെ. പാപികളായിരിക്കുന്ന ഒത്തിരി ആത്മാക്കളെ എൻ്റെ പ്രാർത്ഥന മുഖാന്തരം, മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരം, കരുണക്കൊന്തയുടെ നമ്പർ കൂട്ടി അങ്ങേക്ക് ഞാൻ ഇതെല്ലാം ഓഫർ ചെയ്യും. ഞാനൊരു ബാങ്കിൽ പൈസ നിക്ഷേപിക്കുന്ന കണക്ക് എനിക്ക് പിന്നീട് എടുത്ത് ഉപയോഗിക്കാനായിട്ട്, എൻ്റെ കുടുംബത്തിൽ ഉപയോഗം വരുന്ന കണക്ക് ഞാനിതെല്ലാം എടുത്ത് ഈ ഒത്തിരി കരുണക്കൊന്ത ചൊല്ലും. അത് വേറുള്ളവർ എവിടെയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, മാനസാന്തരത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ, പൈശാചിക കുടില തന്ത്രങ്ങളിൽ പെട്ടിരിക്കുന്ന ആൾക്കാർ, ചാത്തൻ സേവക്കാർ, എൻ്റെ ദൈവമേ കർത്താവേ, അവരിലൊക്കെ മാനസാന്തരത്തിൻ്റെ അരൂപിലേക്ക് അങ്ങ് എടുത്തുകൊണ്ട് മാറ്റണേ ഈശോയെ. ഞാൻ വരാം ഈശോയെ, ഞാൻ എല്ലാം തരുന്നു ഈശോ. ഇதை പിടിച്ചോ ഈശോയെ. എൻ്റെ കയ്യിൽ നിന്നെല്ലാം എടുത്തോ. എൻ്റെ വേദന, എൻ്റെ ദുഃഖം, എൻ്റെ കണ്ണീര്, ഒത്തിരി കുപ്പികൾ ഇതിനകത്തുണ്ട് ഈശോയെ. എൻ്റെ ഇപ്പോഴും ഞാനായിരിക്കുന്ന അവസ്ഥ മറ്റാർക്കും അറിയാത്തതിനേക്കാൾ അങ്ങേക്കറിയാം ഈശോയെ. എൻ്റെ ഭാര്യയ്ക്കോ, എൻ്റെ ഭർത്താവിനോ, എൻ്റെ മക്കൾക്കോ, എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് കൂടെ നടക്കുന്ന കൂട്ടുകാർക്കോ അറിയാത്ത ദുഃഖമാണ് എനിക്കുള്ളത് ഈശോയെ. വേദനയാണ് ഈശോയെ, കണ്ണീരാണ് ഈശോയെ. പക്ഷേ ഇത് അങ്ങയുടെ എന്നെ പോളിഷ് ചെയ്ത് ഒത്തിരി കട്ടുകൾ തരണം എനിക്ക് ഈശോയെ. ഒത്തിരി കട്ട് തന്നോ ഈശോയെ. സഹിക്കാനുള്ള കൃപ മാത്രം തന്നേച്ചാൽ മതി. ഏശായ പ്രവാചനത്തിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാളും അധികം ഞാൻ നിനക്ക് സഹിക്കാൻ തരത്തില്ല എന്ന്. ആ വചനം ഞാൻ ഏറ്റെടുക്കുന്നു ഈശോയെ. എന്നെ പിടിച്ചോ ഈശോയെ. ഞാൻ അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാം അങ്ങയുടെ സമയത്ത് എനിക്ക് തരണമേ. അങ്ങയുടെ സമയത്ത് തന്നില്ലെങ്കിൽ എല്ലാം കൂടെ വന്നാൽ ചിലപ്പോൾ അനുഗ്രഹം എനിക്ക് ഏറ്റെടുത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങേയിട്ട ചോടിപ്പോവും. അതുകൊണ്ട് അങ്ങ് ലേശം തന്നേച്ചാൽ മതി കേട്ടോ ഈശോയെ. മെല്ലെ മെല്ലെ തന്നേച്ചാൽ മതി. അത്രയും നാളെ ഞാൻ അങ്ങോട്ട് ചേർന്നിരിക്കുമല്ലോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ട് ഈശോയെ. വേഗം തന്നാൽ ചിലപ്പോൾ ഇതെല്ലാം മേടിച്ചോണ്ട് ഞാൻ പിന്നാമ്പുറം തട്ടിക്കൊണ്ട് പോയാലോ ഈശോയെ. അതുകൊണ്ട് മെല്ലെ തന്നാൽ മതി ഈശോയെ. പക്ഷെ തരണ ഈശോയെ, മാറി നിൽക്കല്ലേ. ഒത്തിരി സഹനത്തിൽ കൂടെ കടന്നുപോയി ഞാൻ നിന്നെ വിട്ട് വേറൊരു ദൈവത്തിൻ്റെ അടുത്തായിട്ട് എന്നെ പറഞ്ഞയക്കുന്ന രീതിയിൽ വരയ്ക്ക് എന്നെ കഷ്ടപ്പെടുത്തരുത്. എൻ്റെ പ്രത്യാശയിൽ എന്നെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. എൻ്റെ വിശ്വാസത്തിൽ എന്നെ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവെ സമർപ്പിക്കുന്നു. ഞാൻ എൻ്റെ മകളെ
എൻ്റെ ഹസ്ബൻഡിനെ സമർപ്പിക്കുന്നു, എൻ്റെ ശുശ്രൂഷയെ സമർപ്പിക്കുന്നു, കൗൺസിലിംഗ് മേഖലയെ സമർപ്പിക്കുന്നു, എൻ്റെ ശത്രുക്കളെ സമർപ്പിക്കുന്നു, എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം സമർപ്പിക്കുന്ന കർത്താവെ കടന്നു വരണമേ. യേശുവെ, ഞാൻ എൻ്റെ കരുത്തെ ഈ മക്കളുടെ നേരെ ഉയർത്തുന്നു. അങ്ങയുടെ ആണിപ്പെടുത്തേറ്റ കരം ഈ മക്കളുടെ ഓരോരുത്തരുടെയും തലയിൽ വെക്കണമേ. അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ മുറിവുകളെ അങ്ങ് ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിയോഗങ്ങളെ നേടിക്കൊടുത്ത് അങ്ങയോട് കൂടുതൽ ചേർത്ത് നിർത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഞാൻ എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും സമർപ്പിക്കുന്ന കർത്താവേ, ഈ രാത്രി ഞാനൊരു വേറെ എൻ്റെ അമ്മായിമ്മയുടെ വീട്ടിലോട്ട് വന്നിരിക്കുന്നു. സമാധാനത്തിൽ ഉറങ്ങി കർത്താവേ. രാവിലെ എഴുന്നേറ്റ് ഇനി അടുത്ത് വരുന്ന ഓശാന ഞായറാഴ്ചയ്ക്ക് പ്രാർത്ഥനയോടെ ഒരുങ്ങാനായിട്ട് ഈ മക്കളെയും എന്നെയും അങ്ങ് നാളെ സന്തോഷത്തോടെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഐ ബ്ലസ് യു ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ ആൻഡ് ഓഫ് ദ സൺ ആൻഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ബി ബ്ലസ്ഡ്, സ്റ്റേ ബ്ലസ്ഡ്. ഇത്ര നേരം ഈ രാത്രി കണ്ടുകൊണ്ടിരിക്കുന്ന ലൈവിലുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള താങ്ക്സ് പറയുന്നു. നിങ്ങൾക്കിതൊരു അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എവരെയും അനുഗ്രഹിക്കട്ടെ. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോണെന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ നോക്കട്ടെ.